വിശുദ്ധ സഞ്ചാരത്തിൻ്റെ 4-ാം എപ്പിസോഡിൽ നമ്മൾ വെളിപാട് പുസ്തകത്തിലെ 7 സഭകളിലൊന്നായ എഫേസൂസിലാണ്. എഫേസൂസിൽ എത്തുന്നത് ഇവിടെയുള്ള മാതാവിൻ്റെ വീട് സന്ദർശിച്ചതിന് ശേഷമാണ്. അതിൻ്റെ വിശദ വിവരങ്ങൾ മാക് ടി വിയുടെ വിശുദ്ധ സഞ്ചാരത്തിൻ്റെ 3-ാം എപ്പിസോഡിൽ കാണാവുന്നതാണ്. ക്രിസ്തീയ ചരിത്രത്തിലെ ആദ്യകാല സഭകളിൽ തന്നെ ഏറെ പ്രാധാന്യം പുലർത്തുന്ന സ്ഥലമാണല്ലോ എഫേസൂസ്. എഫേസൂസിൻ്റെ ഇന്നുള്ള കാഴ്ചകളിലേക്കും ചരിത്രത്തിലേക്കും മാക് ടി വിയുടെ പ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം. എഫേസൂസ് എന്ന പേര് തന്നെ പുരാതന അനാറ്റോലിയൻ ഭാഷകളിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞു വരുന്നത്. വിശാലമായ ഇൻഡോ യൂറോപ്യൻ ഭാഷാ കുടുംബത്തിലെ ആദ്യ ശാഖയായ ഹിത്തീറ്റ് സംസ്കാരത്തിലുള്ള പ്രധാന ഭാഷകളിൽ ഒന്നാണ് അനാത്തോലിയ. ആ കാലത്ത് അനാത്തോലിയൻ ഭാഷ സംസാരിച്ചിരുന്നവർ ഹിറ്റൈറ്റ് വിഭാഗത്തിൽപ്പെട്ട ആളുകളായിരുന്നു. അവർ താമസിച്ചിരുന്ന നഗരം ഇന്നത്തെ തുർക്കിയിലെ അപ്പാസസ് എന്നാണ് അറിയപ്പെടുന്നത്. പിന്നീട് ഹിത്തീറ്റ് സാമ്രാജ്യം തകർന്നതോടെ ക്രിസ്തുവർഷം 1-ാം സഹസ്രാബ്ദത്തോടനുബന്ധിച്ച് അയോണിയൻ ഗ്രീക്കുകൾ അനാത്തോലിയയുടെ പടിഞ്ഞാറൻ തീരങ്ങളിലേക്ക് കുടിയേറുകയും അവർ ഇവിടെ വ്യാപാര കേന്ദ്രങ്ങളും തുറമുഖ നഗരങ്ങളും ഒക്കെ വികസിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഗ്രീക്കുകാർ എത്തി താമസിച്ചതോടുകൂടിയാണ് അപ്പാസസ് എന്ന പേര് അവരുടെ ഭാഷാപരമായ സ്വാധീനത്തിൻ്റെ വെളിച്ചത്തിൽ എഫേസൂസ് എന്ന രൂപത്തിലേക്ക് മാറുന്നത്. ഹിത്തീറ്റ് പൈതൃകത്തിൻ്റെ അടിത്തറയിൽ വളർന്ന ഈ നഗരം പിന്നീട് ഗ്രീക്ക് റോമൻ സംസ്കാരങ്ങളുടെ പ്രൗഢിയിലും വളർന്നു വന്നതായി കാണാൻ സാധിക്കും. എഫേസൂസ് എന്ന നഗരം സ്ഥാപിതമായതിനെക്കുറിച്ച് തന്നെ മനോഹരമായ ഒരു ഐതിഹ്യം നിലനിൽക്കുന്നുണ്ട്. ഗോത്രവർഗത്തിൽപ്പെട്ട ആമസോൺ സ്ത്രീകളെ സംബന്ധിച്ചാണ് ആ ഐതിഹ്യം. ഗ്രീക്ക് പാരമ്പര്യപ്രകാരം എഫേസൂസ് നഗരം ആമസോൺ സ്ത്രീകളാണ് സ്ഥാപിച്ചത്. ഏഷ്യ മൈനറിന്റെ വടക്കുകിഴക്ക് ഭാഗത്താണ് ആമസോൺ സ്ത്രീകളുടെ ജന്മദേശമെന്നും അവിടെ നിന്ന് അവർ തെക്കു പടിഞ്ഞാറോട്ട് നീങ്ങി എജിയൻ കടൽ തീരത്തെത്തിയാണ് എഫേസൂസ് നഗരത്തിന് അടിസ്ഥാനം വച്ചതെന്നുമാണ് ഗ്രീക്ക് പുരാണങ്ങൾ സൂചിപ്പിക്കുന്നത്. ആമസോണിയൻ സ്ത്രീകൾ എത്തിയതിനു ശേഷം ആർട്ടമിസ് ദേവിയുടെ ആരാധനാലയം അവിടെ നിർമ്മിക്കുകയും ചെയ്തുവെന്നാണ് ചരിത്രം സാക്ഷിക്കുന്നത്. ആമസോൺ സ്ത്രീകൾ ഗ്രീക്ക് പുരാണങ്ങളിൽ കാണപ്പെടുന്ന ശക്തിയുള്ള അല്ലെങ്കിൽ സ്വതന്ത്രമായ യോദ്ധാക്കളായ സ്ത്രീകളുടെ ഒരു ഗോത്രവർഗമാണ്. പുരുഷന്മാരിൽ ആശ്രയിക്കാതെ സ്വന്തമായി ജീവിച്ച് അവർക്ക് അവരുടേതായ ജീവിത ശൈലികളും മൂല്യങ്ങളും ഒക്കെ പ്രതിഫലിപ്പിക്കുന്ന ഒരു സംസ്കാരമാണ് ഈ ആമസോണിയൻ സ്ത്രീകളുടേത്. അതുകൊണ്ട് തന്നെ അവരുടെ സംസ്കാരവും അവരുടെ ചിന്താരീതികളും ഒക്കെ പ്രകടിപ്പിക്കുന്ന ഒരു ദൈവത്തെ അല്ലെങ്കിൽ ദേവതയെ ആരാധിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. അങ്ങനെയാണ് സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകവും പ്രജനനത്തിൻ്റെ ദേവിയും ഒക്കെയായി കരുതപ്പെട്ടിരുന്ന അല്ലെങ്കിൽ സ്ത്രീകളെ സംരക്ഷിക്കുന്നതിൽ അക്കാലത്ത് പ്രധാനിയായി കണക്കാക്കപ്പെട്ടിരുന്ന പ്രത്യേകിച്ച് ഗർഭധാരണവും മാതൃത്വവുമായി ബന്ധപ്പെട്ട ആശങ്കകളിൽ ഏറ്റവും അനുയോജ്യയായ ദേവിയായി കണ്ടിരുന്നത് ആർട്ടമിസ് ദേവിയായിരുന്നു. സ്ത്രീകളുടെ മൂല്യങ്ങളോടും ആശയങ്ങളോടും ഇടചേർന്ന് കിടന്നതുകൊണ്ടാവണം ആമസോൺ സ്ത്രീകൾ ആർട്ടമിസ് ദേവിയുടെ ആരാധനാലയം എഫേസൂസിൽ എത്തിയതിനു ശേഷം പണി കഴിപ്പിക്കുന്നത്. ആമസോൺ സ്ത്രീകൾ എഫേസൂസ് നഗരത്തിലെ ആർട്ടമിസ് ആരാധനാലയം സ്ഥാപിച്ചത് തന്നെ ഇപ്രകാരം അവരുടെ ധാർമ്മിക, സാംസ്കാരിക, സാമൂഹിക മൂല്യങ്ങൾ ദൈവഭക്തിയിലൂടെ പ്രകടമാക്കാനുള്ള മാർഗമായിട്ടായിരുന്നു. ദൈവഭക്തിയും സ്വതന്ത്രമായ ആശയങ്ങളും സ്ത്രീകളുടെ ശാക്തീകരണവും ഒക്കെ ചേർന്ന് ഏതാണ്ട് ഈശോയ്ക്ക് 550 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ആർട്ടമിസ് ദേവാലയം അല്ലെങ്കിൽ ആർട്ടമിസ് ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടു.
ആർട്ടമിസ് ദേവിയെ പ്രജനനത്തിന്റെ ദേവിയായും മാതൃത്വത്തിന്റെ പ്രതീകവും ഒക്കെയായി കണക്കാക്കിയിരുന്നതിനാൽ എഫേസൂസ് പതിയെ പതിയെ പ്രസിദ്ധമാവുകയും അതേ തുടർന്ന് ആർട്ടമിസ് ആരാധനാലയം അല്ലെങ്കിൽ ആർട്ടമിസ് ദേവിയുടേതായി പണി കഴിപ്പിച്ച ക്ഷേത്രം ലോക പ്രശസ്തമായി തീരുകയും ചെയ്തു. പ്രത്യേകിച്ച് ആ ക്ഷേത്രം അക്കാലത്ത് ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ ഒന്നായി പോലും കണക്കാക്കപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ ആർട്ടമിസ് ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത, ആ ക്ഷേത്രത്തിലെ പുരോഹിതർ സ്ത്രീകളായിരുന്നു. അവരെ മെലീസെ അഥവാ തേനീച്ചകൾ എന്നായിരുന്നു വിളിക്കപ്പെട്ടിരുന്നത്. ഇത് എടുത്തു കാണിക്കുവാനായിട്ട് എഫേസൂസ് നഗരത്തിലെ നാണയങ്ങളിലും മുദ്രകളിലും തേനീച്ചയുടെ രൂപമൊക്കെ പതിപ്പിച്ചിരുന്നു. ഇന്നും എഫേസൂസിൽ ഈ തേനീച്ചകളുടെ രൂപം കാണാവുന്നതാണ്. അങ്ങനെ തേനീച്ചയാണ് എഫേസൂസിന്റെ ഔദ്യോഗിക ചിഹ്നമായി മാറുന്നത്. എഫേസൂസിലെ ആർട്ടമിസ് ദേവത ഗ്രീക്ക് ദേവന്മാരുടെ ദേവതയായി അറിയപ്പെട്ടിരുന്നത് കൊണ്ട് പിന്നീട് ഗ്രീക്കുകാരും ഈ ദേവാലയത്തെ തേടിയെത്തിയപ്പോൾ മുതൽ ഈ നഗരം പതിയെ പതിയെ വലിയ വ്യാപാര മത സാംസ്കാരിക കേന്ദ്രമായി വളർന്നു വന്നു. അങ്ങനെയാണ് പിന്നീട് റോമക്കാരും യഹൂദരും മറ്റു രാജ്യക്കാരും ഒക്കെ ഇങ്ങോട്ടേക്ക് എഫേസൂസിലേക്ക് വാണിജ്യത്തിനായി എത്തുന്നത്. എഫേസൂസിന്റെ സാംസ്കാരിക ചരിത്രവും ഏറെ പ്രാധാന്യമുള്ളതാണ്. പലവിധ സംസ്കാരങ്ങളുടെ ഒരു സംഗമ ഭൂമി കൂടിയായിരുന്നു എഫേസൂസ്. ഗ്രീക്ക്, റോമൻ സംസ്കാരം, ജൂതന്മാർ, പാശ്ചാത്യ ദേശത്തു നിന്നുള്ള വ്യാപാരികൾ, അങ്ങനെ എല്ലാവരും കലർന്നിരുന്ന ഒരു മഹാനഗരമായിരുന്നു എഫേസൂസ്. അതുപോലെ തന്നെ ഏഷ്യ മൈനറിലെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖ നഗരങ്ങളിൽ ഒന്നായി എഫേസൂസ് അറിയപ്പെട്ടിരുന്നു. വ്യാപാരത്തിലും രാഷ്ട്രീയത്തിലും സംസ്കാരത്തിലും ലോക നഗരമായി അക്കാലത്ത് എഫേസൂസ് നിലകൊണ്ടിരുന്നു. അതുപോലെ തന്നെ കരവഴിയും കടൽ വഴിയും ഒക്കെയുള്ള സിൽക്ക് റൂട്ടിന്റെ സ്വാധീനം യഥാർത്ഥത്തിൽ എഫേസൂസിനെ ആഗോള വ്യാപാരത്തിന്റെ ഒരു ഭാഗമാക്കിയിരുന്നു. ചൈനയിൽ നിന്നുള്ള പട്ടുവസ്ത്രങ്ങളും അക്കാലത്ത് കരയാത്ര വഴി മധ്യേഷ്യ, പേർഷ്യ വഴി എഫേസൂസ് തുറമുഖത്തേക്ക് എത്തിയിരുന്നു. കടൽ വഴിയുള്ള സിൽക്ക് റൂട്ട് ഇന്ത്യൻ മഹാസമുദ്രം വഴി വന്ന് അറേബ്യൻ കടൽ, ചെങ്കടൽ വഴി മെഡിറ്ററേനിയൻ കടലിലൂടെ എഫേസൂസ് തുറമുഖത്തെത്തിയിരുന്നു. അങ്ങനെ എഫേസൂസ് തുറമുഖം ലോക വ്യാപാരത്തിന്റെ പശ്ചിമ കവാടം അല്ലെങ്കിൽ വെസ്റ്റേൺ ഗേറ്റ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. ഇന്ത്യ, അറേബ്യ, പേർഷ്യ, ഈജിപ്ത്, ഗ്രീസ് എന്നിവിടങ്ങളിൽ നിന്നുള്ള വസ്തുക്കളും ഇവിടെ കൂടി കടന്നുപോയിരുന്നതായി ചരിത്രം സാക്ഷിക്കുന്നുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള വ്യാപാര സാധനങ്ങൾ പ്രധാനമായി രത്നങ്ങളും സുഗന്ധ വ്യഞ്ജനങ്ങളും മുത്തുക്കളും ആനക്കൊമ്പുകളും ഒക്കെ ഇവിടെ എത്തിയിരുന്നു. അതുപോലെ തന്നെ അറേബ്യയിൽ നിന്നും ധൂപാർച്ചനയ്ക്കുള്ള പലവിധ സുഗന്ധ വ്യഞ്ജനങ്ങളും പേർഷ്യയിൽ നിന്ന് പട്ടും വിലപ്പെട്ട രത്നങ്ങളും ഒക്കെ എഫേസൂസ് വഴി കടന്നുപോയിരുന്നു. അതുപോലെ തന്നെ ഈജിപ്തിൽ നിന്നും ധാന്യങ്ങളും പപ്പിറസിന്റെ ഇലകളും ഗ്രീസ്, റോമിൽ നിന്നും കലാസാമഗ്രികളും വെള്ളി വസ്തുക്കളും വീഞ്ഞും ഒക്കെ എത്തിയിരുന്നതായി ചരിത്രം സാക്ഷിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ എത്തിയതിന് കാരണങ്ങൾ പലതാണ്. ഒന്നാമതായി എഫേസൂസ് ഇപ്പോൾ കണ്ടതുപോലെ വലിയ ഒരു കച്ചവട കേന്ദ്രമായിരുന്നു അക്കാലത്ത്. രണ്ടാമതായി എഫേസൂസ് ഒരു തീർത്ഥാടന നഗരവും കൂടിയായിരുന്നു. ആർട്ടമിസ് ക്ഷേത്രം ലോകത്തിന്റെ 7 അത്ഭുതങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെട്ടിരുന്നതിനാൽ സ്വദേശികളും വിദേശികളുമായ യാത്രികരും തീർത്ഥാടകരും വിവിധ ദേശങ്ങളിൽ നിന്ന് എഫേസൂസിലെത്തിയിരുന്നു. എഫേസൂസിന്റെ മറ്റൊരു പ്രത്യേകത, ഇത് ഒരു രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു പ്രദേശം കൂടിയായിരുന്നു. എഫേസൂസ് ഏഷ്യ മൈനറിലെ റോമാ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നതിനാൽ ഭരണസിരാകേന്ദ്രവും നിയമനിർമ്മാണ സ്ഥലവും എഫേസൂസ് ആയിരുന്നു. ചുരുക്കി പറഞ്ഞാൽ എഫേസൂസ് റോമക്കാരുടെ ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏഷ്യ മൈനറിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമായി അക്കാലത്ത് അറിയപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിനും സാംസ്കാരിക വൈവിധ്യത്തിനും പ്രശസ്തമായിരുന്നു എഫേസൂസ്. വലിയ ലൈബ്രറികളാലും പ്രസിദ്ധമായ സെൽഷ്യസ് ലൈബ്രറി ഇവിടെയാണ്. 25,000 പേർക്ക് ഇരിക്കാൻ സാധിക്കുന്ന മഹത്തായ നാടകശാലകളും തിയേറ്ററുകളും ജിംനേഷ്യങ്ങളും ലോകപ്രശസ്തരായ ദാർശനിക പണ്ഡിതന്മാരാലും എഫേസൂസ് പ്രശസ്തമായിരുന്നു. അങ്ങനെ ജൂതന്മാരും ഗ്രീക്കുകാരും റോമക്കാരും തമ്മിലുള്ള ആശയവിനിമയത്താൽ എഫേസൂസ് നഗരം പലവിധ ചിന്താധാരകളുടെയും സാംസ്കാരിക വൈവിധ്യത്തിൻ്റെയും സംഗമ കേന്ദ്രം കൂടിയായി മാറി. ചുരുക്കത്തിൽ വ്യാപാരങ്ങളും തീർത്ഥാടനവും പലവിധ ദാർശനിക ചിന്തകളും ഒക്കെ സംഗമവേദിയായ എഫേസൂസ് ഒരു അന്തർദേശീയ സ്വഭാവമുള്ള നഗരമായി തീർന്നു. ഇനി ഇത്രമാത്രം വൈവിധ്യമാർന്ന ഈ എഫേസൂസ് എങ്ങനെയാണ് ക്രിസ്ത്യാനികളുടെ പ്രാരംഭ വളർച്ചയ്ക്കും അല്ലെങ്കിൽ ആദിമസഭയുടെ പ്രാരംഭ വളർച്ചയ്ക്കും തുടർന്ന് പൗലോസ്ലീഹായുടെയും പിന്നീട് യോഹന്നാൻ വരെ നീണ്ടു നിൽക്കുന്ന വിവിധ സുവിശേഷ പ്രഘോഷകരുടെ സ്വാധീനത്താൽ ക്രൈസ്തവ സഭയുടെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായ വേദിയായി മാറിയെന്ന് നോക്കാം. അതിനു മുൻപ് അല്പം ആമുഖം എന്ന വണ്ണം പൗലോസ്ലീഹായുടെ വിവിധ പ്രേക്ഷിത യാത്രകളും അതേ തുടർന്ന് എങ്ങനെയാണ് പൗലോസ്ലീഹ എഫേസൂസിൽ എത്തിച്ചേരുന്നതെന്ന് നമുക്ക് നോക്കാം. പൗലോസ്ലീഹായുടെ ജീവിതയാത്രകൾ ക്രൈസ്തവ സഭയുടെ പ്രേക്ഷിത യാത്രയിലെ ഏറ്റവും നിർണായകമായ ഘട്ടമാണല്ലോ. ക്രിസ്തുവിൻ്റെ സുവിശേഷം ജെറുസലേമിൻ്റെ പരിധി കടന്ന്
ഏഷ്യ, ഗ്രീസ്, റോമ സാമ്രാജ്യം മുഴുവൻ വ്യാപിക്കേണ്ടതിനായി ദൈവം തിരഞ്ഞെടുത്ത വിശേഷ ഉപകരണമായിരുന്നല്ലോ പൗലോസ്ലീഹ. അദ്ദേഹത്തിൻ്റെ 3 പ്രധാന സുവിശേഷ യാത്രകൾ, മിഷണറി ജേർണീസ്, മിശിഹായുടെ സഭയുടെ വ്യാപനത്തിൻ്റെയും വിവിധ ക്രൈസ്തവ സഭകളുടെ സ്ഥാപനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെ ഉറച്ച അടിസ്ഥാന വിവരങ്ങളെല്ലാം സ്ഥാപിക്കുന്നതിൻ്റെയും കൂടി ചരിത്രമാണ്. പൗലോസ്ലീഹയുടെ 1-ാം സുവിശേഷ യാത്ര ഏതാണ്ട് ക്രിസ്തുവർഷം 46 മുതൽ 48 വരെയുള്ള സമയത്താണ്. ഇതിനെക്കുറിച്ച് സ്ലീഹന്മാരുടെ നടപടി പുസ്തകത്തിൽ 13-14 അധ്യായങ്ങളിൽ കാണാവുന്നതാണ്. പൗലോസ്ലീഹയുടെ ഈ പ്രേക്ഷിത യാത്രയിൽ പൗലോസ്ലീഹയോടൊപ്പം പങ്കാളികളായിരുന്നവർ ബർണബാസും മാർക്കോസുമാണെന്ന് നമുക്കവിടെ കാണാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ 1-ാം സുവിശേഷ യാത്ര ആരംഭിക്കുന്നത് ഇന്നത്തെ സിറിയയിലുള്ള, അല്ലെങ്കിൽ സിറിയയും തുർക്കിയുമായി അതിർത്തി പങ്കിടുന്ന അന്ത്യോക്യയിൽ നിന്നുമാണ്. അന്ത്യോക്യയിൽ നിന്നും അദ്ദേഹം സൈപ്രസ് വഴി പംഫീലിയ, പിസീദ്യൻ അന്ത്യോക്യ, ഇക്കോണിയം, ലിസ്ത്ര, ദെർബ, അങ്ങനെ തിരികെ അന്ത്യോക്യയിലേക്ക് തിരിച്ചു പോകുന്നതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സുവിശേഷ യാത്ര. പൗലോസ്ലീഹ തൻ്റെ ആദ്യ സുവിശേഷ യാത്രയിൽ, മിഷണറി ജേർണിയിൽ, ഏഷ്യ മൈനറിലെ വിവിധ പ്രദേശങ്ങൾ സന്ദർശിക്കുന്നുണ്ട്. പക്ഷേ എഫേസൂസിൽ അദ്ദേഹം തൻ്റെ ആദ്യ പ്രേക്ഷിത യാത്രയിൽ എത്തിയിരുന്നില്ല. എന്നിരുന്നാലും സുവിശേഷം ജീവിച്ച പൗലോസ്ലീഹയുടെ ദൈവാനുഭവങ്ങൾ ഗ്രീക്ക് റോമൻ ലോകത്തേക്കുള്ള വാതിൽ തുറക്കുന്നതിൻ്റെ ആദ്യ പടിയായി ഈ യാത്ര കാണപ്പെടുന്നുണ്ട്. പൗലോസ്ലീഹയുടെ 2-ാം സുവിശേഷ യാത്ര ക്രിസ്തുവർഷം AD 49 മുതൽ 52 വരെയുള്ള സമയത്താണ്. ഇതിനെക്കുറിച്ച് സ്ലീഹന്മാരുടെ നടപടി പുസ്തകത്തിൽ ഇപ്രകാരം കാണാം. 15-ാം അധ്യായം മുതൽ 15 മുതൽ 18 വരെയുള്ള അധ്യായങ്ങളിൽ കാണാവുന്നതാണ്. പൗലോസ്ലീഹയുടെ ഈ പ്രേക്ഷിത യാത്രയിൽ പൗലോസ്ലീഹയോടൊപ്പം പങ്കാളികളായവർ തിമോത്തിയോസും ലൂക്കായുമാണ്. 2-ാം സുവിശേഷ യാത്രയും ആരംഭിക്കുന്നത് സിറിയയ്ക്ക് അടുത്തുള്ള അന്ത്യോക്യയിൽ നിന്നുമാണ്. അന്ത്യോക്യയിൽ നിന്നും ഏഷ്യ മൈനറിലേക്കും, പിന്നീട് ത്രോവാസിലേക്കും, അവിടെ നിന്ന് മച്ചദോണിയയിലേക്കും, അവിടെ നിന്ന് ഫിലിപ്പിയിലേക്കും, ഇന്നത്തെ ഗ്രീസിലെ ഫിലിപ്പിയിലേക്കും, തെസലോണിയയിലേക്കും, ബെറയാലേക്കും, അതുവഴി ആഥൻസിലേക്കും, കൊറിന്തോസിലേക്കും, പിന്നീട് തിരികെ എഫേസൂസിലേക്കും, അതുവഴി തിരികെ അന്ത്യോക്യയിലേക്കുമാണ്. അങ്ങനെ അന്ത്യോക്യ വഴിയാണ് അദ്ദേഹം ജെറുസലേമിലേക്ക് തിരികെ യാത്രയാവുന്നത്. ഈ യാത്രയിൽ വളരെ കുറച്ച് സമയം മാത്രമാണ് അദ്ദേഹം എഫേസൂസിൽ താമസിച്ചത്. പൗലോസ്ലീഹയുടെ 2-ാം പ്രേക്ഷിത യാത്രയിൽ എഫേസൂസിലെ സിനഗോഗയിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ജൂതന്മാർ അദ്ദേഹത്തോട് കൂടുതൽ സമയം അവിടെ തുടരാൻ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ പൗലോസ്ലീഹ അതിന് മറുപടിയായി പറയുന്നത്, ദൈവം ഇച്ഛിച്ചാൽ തിരിച്ചു വരാമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ജെറുസലേമിലേക്ക് തിരികെ പോവുകയാണ്. ഈ സംഭവം സ്ലീഹന്മാരുടെ നടപടി പുസ്തകം 18-ാം അധ്യായത്തിൽ നമുക്ക് കാണാവുന്നതാണ്. പൗലോസ്ലീഹ എഫേസൂസിൽ അധികകാലം താമസിച്ചില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ഈ ചുരുങ്ങിയ സമയം ഭാവിയിൽ എഫേസൂസിൽ ചെയ്യാനുള്ള വലിയ ദൗത്യത്തിൻ്റെ മുന്നൊരുക്കമായി മാറിയിരുന്നു. ഇനി നമ്മൾ പൗലോസ്ലീഹയുടെ 3-ാം സുവിശേഷ യാത്രയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പൗലോസ്ലീഹയുടെ 3-ാം സുവിശേഷ യാത്ര ആരംഭിക്കുന്നത് ക്രിസ്തുവർഷം 53 മുതൽ 57 വരെയുള്ള കാലഘട്ടത്താണ്. ഇതിനെക്കുറിച്ച് സ്ലീഹന്മാരുടെ നടപടി പുസ്തകം 18-ാം അധ്യായം 18 മുതൽ 21 വരെയുള്ള അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. 3-ാം സുവിശേഷ യാത്രയും ആരംഭിക്കുന്നത് സിറിയയുടെ അതിർത്തിയിൽ കാണപ്പെടുന്ന അന്ത്യോക്യയിൽ നിന്നും, അതുവഴി ഗലാത്യയിലേക്കും, പിന്നീട് ഗലാത്യയിൽ നിന്ന് ഫ്രിഗ്യയിലേക്കും, അവിടുന്ന് എഫേസൂസിലേക്കും. എഫേസൂസിൽ 3-ാം സുവിശേഷ യാത്രയിലാണ് ഏറ്റവും കൂടുതൽ കാലം താമസിക്കുന്നത്. ഏതാണ്ട് 3 വർഷത്തോളം അദ്ദേഹം എഫേസൂസിൽ താമസിക്കുന്നുണ്ട്. എഫേസൂസിൽ നിന്നും തിരികെ മക്കദോണിയയിലേക്കും, ഫിലിപ്പിയിലേക്കും, തെസ്സലോനിക്കയിലേക്കും, അതുവഴി കൊറിന്തോസിലേക്കും, തിരിച്ചും മക്കദോണിയയിലേക്കും, ട്രോവാസിലേക്കും, മിലേത്തിലേക്കും ഒക്കെ വഴി പോയിട്ടാണ് അദ്ദേഹം ജെറുസലേമിലെത്തി 3-ാം സുവിശേഷ യാത്ര, പ്രേക്ഷിത യാത്ര അവസാനിപ്പിക്കുന്നത്. പൗലോസ്ലീഹയുടെ ഈ യാത്രയിലാണ് അദ്ദേഹം ഏറ്റവും ദീർഘകാലം, ഏതാണ്ട് 3 വർഷത്തോളം എഫേസൂസിൽ താമസിക്കുന്നത്. ആദ്യം എഫേസൂസിലെ സിനഗോഗുകളിൽ പ്രസംഗിച്ചെങ്കിലും പലവിധ എതിർപ്പുകൾ നേരിടേണ്ടി വന്നപ്പോൾ, പ്രത്യേകിച്ച് ടൈറന്നൂസിൻ്റെ സ്കൂളിൽ അദ്ദേഹം ദിവസേന പഠിപ്പിച്ചിരുന്നു എന്ന് സ്ലീഹന്മാരുടെ നടപടി പുസ്തകം 19-ാം അധ്യായം 9-ാം വാക്യത്തിൽ കാണാവുന്നതാണ്. അങ്ങനെ ചരിത്രകാരന്മാർ പറയുന്നതനുസരിച്ച് പൗലോസ്ലീഹ ഉച്ചക്കത്തെ വിശ്രമ സമയത്ത്, അതായത് രാവിലെ 11 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയുള്ള സമയത്ത് ആളുകൾ വിശ്രമിക്കുമ്പോൾ സുവിശേഷം പ്രഘോഷിക്കുമായിരുന്നു. തൽഫലമായി പതിയെ പതിയെ ഏഷ്യയിലെ എല്ലാവരും, ജൂതരും ഗ്രീക്കുകാരും എഫേസൂസിലുണ്ടായിരുന്ന പല നാട്ടുകാർ, അവരെല്ലാം കർത്താവിൻ്റെ വചനം കേട്ടുവന്ന് സ്ലീഹന്മാരുടെ നടപടി പുസ്തകം 19-ാം അധ്യായത്തിലും 10-ാം വാക്യത്തിൽ കാണാവുന്നതാണ്. ഇങ്ങനെ പൗലോസ്ലീഹ മുഖാന്തിരം ദൈവം ധാരാളം അത്ഭുതങ്ങൾ നടത്തുന്നുണ്ട് എഫേസൂസിൽ. അദ്ദേഹത്തിൻ്റെ വസ്ത്ര കഷ്ണങ്ങൾ പോലും രോഗികൾ കൊണ്ടുപോയി അവർക്ക് രോഗശാന്തി ഉണ്ടായിരുന്നതായി സ്ലീഹന്മാരുടെ നടപടി പുസ്തകം 19-ാം അധ്യായം 11ഉം 12ഉം വാക്യങ്ങളിൽ കാണാൻ സാധിക്കും. എഫേസൂസ് മന്ത്രവാദത്തിലും ദാർശനികവാദങ്ങളിലും പ്രശസ്തമായ നഗരമായിരുന്നു. എന്നാൽ സുവിശേഷത്തിൻ്റെ ശക്തി മൂലം വിശ്വാസികളായവർ മന്ത്രവാദ ഗ്രന്ഥങ്ങൾ പൊതുജനങ്ങൾക്ക് മുമ്പിൽ കത്തിച്ചു എന്ന് കാണാൻ സാധിക്കും.
ആ കത്തിച്ച ഗ്രന്ഥങ്ങളുടെ വില ഏതാണ്ട് 50,000 ദ്രാക്മയായിരുന്നു. ഒരു ദ്രാക്മ എന്ന് പറയുന്നത് ഒരു ദിവസത്തെ വേതനത്തിന് തുല്യമാണ്. അങ്ങനെ കണക്കാക്കുമ്പോൾ 50,000 ദിവസത്തിൻ്റെ അത്രയും വിലപിടിപ്പുള്ള, അല്ലെങ്കിൽ 50,000 ദിവസ വേതനത്തിൻ്റെ വിലപിടിപ്പുള്ള പുസ്തകങ്ങൾ സുവിശേഷം കേട്ട് മാനസാന്തരപ്പെട്ടവർ കത്തിച്ചു കളയുന്നതായിട്ട് അപ്പോസ്തലന്മാരുടെ നടപടി പുസ്തകം 19-ാം അധ്യായത്തിൽ കാണാൻ സാധിക്കും. ഇപ്രകാരമുള്ള പ്രവൃത്തികൾ ചൂണ്ടുന്നത്, അല്ലെങ്കിൽ ഇപ്രകാരമുള്ള സംഭവങ്ങൾ ചൂണ്ടുന്നത് ഒരു സമൂഹത്തിൻ്റെ ആത്മീയ പുനരുജ്ജീവനത്തിനും പഴയ ജീവിതത്തിൽ നിന്നുള്ള വേർപാടിനും ഒക്കെ കാരണമാകുന്ന ഒരു തീക്ഷ്ണമതിയായ സുവിശേഷ പ്രഘോഷകനായ പൗലോസ്ലീഹായെയാണ്. എഫേസൂസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മറക്കരുതാത്ത മറ്റൊരു വ്യക്തിത്വമാണ് ദിമിത്രിയോസും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന കലാപവും. ഇതിൻ്റെ കാരണം എഫേസൂസിലെ ആർട്ടമിസ് ക്ഷേത്രം എന്ന ദേവാലയം പുരാതന ലോകത്തിൽ തന്നെ 7 അത്ഭുതങ്ങളിൽ ഒന്നായിരുന്നുവെന്ന് നാം കണ്ടല്ലോ. അതിനാൽ തന്നെ കലാകാരന്മാർക്ക് എഫേസൂസിനെ ചുറ്റി ധാരാളം സാമ്പത്തിക സാധ്യതകളും ഉണ്ടായിരുന്നു. സ്ലീഹന്മാരുടെ നടപടി പുസ്തകം 19-ാം അധ്യായം 23 മുതൽ 41 വരെയുള്ള തിരുവചനങ്ങളിൽ നമുക്കിത് കാണാൻ സാധിക്കും. എഫേസൂസിലെ ജനങ്ങൾ ദിയാനയെ, ആർട്ടമിസ് ദേവിയെ വളരെ പ്രത്യേക രീതിയിൽ ആരാധിച്ചിരുന്നു. അതിനാൽ തന്നെ ആർട്ടമിസ് ദേവിയുടെ ചെറിയ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്ന ധാരാളം ആളുകളുണ്ടായിരുന്നു. അതിൽ പ്രധാനിയായിരുന്നു ദിമിത്രിയോസ് എന്ന വെള്ളിപ്പണിക്കാരൻ. പൗലോസ് ഒരേ ഒരു സത്യദൈവത്തെക്കുറിച്ച് എഫേസൂസിൽ പ്രസംഗിച്ചപ്പോൾ അത് ദിയാനയുടെ വിഗ്രഹത്തിന് നേരിട്ടുള്ള വെല്ലുവിളിയായി, അല്ലെങ്കിൽ അവരുടെ കച്ചവടത്തിനുള്ള ഒരു വെല്ലുവിളിയായി കണ്ടതുകൊണ്ടാവാം പൗലോസ്ലീഹായ്ക്ക് ഇവരുടെ എല്ലാം ശത്രുത സമ്പാദിക്കേണ്ടി വന്നത്. ക്രിസ്ത്യാനികളാകുന്നത് മൂലം ആർട്ടമിസ് ദേവിയോടുള്ള വിഗ്രഹാരാധന ഉപേക്ഷിക്കണമെന്നുള്ള ചിന്ത വർദ്ധിക്കുകയും അത് മതജീവിതത്തിനും എന്തിന് പ്രാദേശിക സമ്പദ് വ്യവസ്ഥയ്ക്ക് പോലും വെല്ലുവിളി ഉണ്ടാക്കുകയും ചെയ്തു. സ്ലീഹന്മാരുടെ നടപടി പുസ്തകം 19-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ അതിനെ തുടർന്ന് എഫേസൂസിൽ ഒരു കലാപം പൊട്ടിപ്പുറപ്പെടുകയാണ്. ഇങ്ങനെ കലാപം പൊട്ടിപ്പുറപ്പെടുമ്പോൾ വെള്ളി ശില്പങ്ങളുടെ നിർമ്മാതാക്കളിൽ പ്രധാനിയായിരുന്ന ദിമിത്രിയോസ് ജനങ്ങളെ കൂട്ടി പറഞ്ഞു, ഈ പൗലോസ് കൈകൊണ്ടുണ്ടാക്കുന്നവരല്ല ദേവന്മാർ എന്ന് ഇവിടെ പഠിപ്പിക്കുകയും അതേ തുടർന്ന് ഇങ്ങനെ പോയാൽ നമ്മുടെ തൊഴിൽ നഷ്ടപ്പെടുകയും ആർട്ടമിസ് ദേവിയുടെ മഹത്വം ഇല്ലാതാവുകയും ചെയ്യുമെന്ന് ജനങ്ങളെ അറിയിക്കുകയാണ്. എഫേസൂസിലെ ആർട്ടമിസ് ആണ് ഞങ്ങൾക്ക് വലുത് എന്ന് അവിടുത്തുകാർ വിളിച്ചു പോവുകയും ഏതാണ്ട് 25,000 പേർക്ക് ഇരിക്കാവുന്ന തിയേറ്ററിൽ കലാപം നടക്കുകയും ചെയ്തു. ഇതിന് മറുപടി പറയാൻ പൗലോസ്ലീഹ തയ്യാറായെങ്കിലും അദ്ദേഹത്തിൻ്റെ ശിഷ്യരും നഗരത്തിൻ്റെ അധികാരികളും പൗലോസ്ലീഹയെ തടയുകയും അവസാനം നഗരസഭയുടെ ചുമതലയുള്ള ആളുകൾ ചേർന്ന് ജനങ്ങളെ ശാന്തരാക്കുകയുമാണ്. ഈ സംഭവമൊക്കെ സ്ലീഹന്മാരുടെ നടപടി പുസ്തകം 19-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കാവുന്നതാണ്. കലാപങ്ങളും വിഗ്രഹാരാധനയ്ക്കെതിരായ പ്രതികരണങ്ങളും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിലും എഫേസൂസ് സഭ പതിയെ വളരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. തുടർന്ന് പൗലോസ്ലീഹ പിന്നീട് മക്കദോണിയയിലേക്ക് യാത്ര തുടരുന്നതിന് ശേഷം എഫേസൂസുകാർക്ക് എഴുതുന്ന ലേഖനത്തിൽ സഭയുടെ ആത്മീയ ഐക്യം വ്യക്തമാക്കുന്നുണ്ട്. അവിടെ സഭയെ ക്രിസ്തുവിൻ്റെ ശരീരമെന്നും വിശ്വാസികളെ വിശുദ്ധന്മാർ എന്നും ഒക്കെ വിശേഷിപ്പിക്കുന്നുണ്ട്. ഇത് പൗലോസ്ലീഹ എഫേസൂസുകാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ കാണാവുന്നതാണ്. പൗലോസ്ലീഹയുടെ സുവിശേഷ പ്രഘോഷണത്തെ തുടർന്നുണ്ടായ കലഹം സ്ലീഹന്മാരുടെ നടപടി പുസ്തകം 19-ാം അധ്യായത്തിൽ കാണാവുന്നതാണ്. ക്രിസ്തുവിൻ്റെ സുവിശേഷം നഗരത്തിലെ സാമൂഹിക, ആധ്യാത്മിക, മതപരമായ അടിത്തറകളെ സ്വാധീനിച്ചു എന്നതിൻ്റെ തെളിവ് കൂടിയായിരുന്നു. എഫേസൂസ് ഏഷ്യ പ്രവിശ്യയുടെ തലസ്ഥാനവും വ്യാപാര കേന്ദ്രവുമായിരുന്നതിനാൽ ഇവിടെ നിന്നുള്ള സുവിശേഷം കൊളോസോസിലും ലൗദോക്യായിലും തൈത്തീരിയയിലും പെർഗമോണിലും സാർദീസിലും ഫിലാദൽഫിയയിലും സ്മിർണയിലേക്കും ഒക്കെ വ്യാപിച്ചു. സ്ലീഹന്മാരുടെ നടപടി പുസ്തകത്തിൽ വിവരിക്കപ്പെടുന്ന സുവിശേഷ വിപ്ലവത്തിൻ്റെ കേന്ദ്രം തന്നെയായിരുന്നു എഫേസൂസ്. ചുരുക്കി പറഞ്ഞാൽ പൗലോസ്ലീഹായുടെ 3-ാം സുവിശേഷ യാത്രയിൽ എഫേസൂസ് തന്ത്രപ്രധാനമായ ഒരു സ്ഥാനം അലങ്കരിക്കുകയാണ്. വ്യാപാരവും ആത്മീയതയും വിവിധ സംസ്കാരങ്ങളും ദാർശനിക ചിന്തകളും ഒക്കെ നിറഞ്ഞിരുന്ന നഗരമായതിനാൽ സുവിശേഷവും വേഗത്തിൽ വ്യാപിക്കുവാനുള്ള വഴിത്തിരിവ് അതിനാൽ തന്നെ ഇവിടെ സംഭവിച്ചു. പൗലോസ്ലീഹയുടെ മറ്റ് യാത്രകളെ അപേക്ഷിച്ച് എഫേസൂസിലെ പ്രവർത്തനം ദീർഘകാലവും ഗൗരവകരവുമായ മാറ്റങ്ങൾ അവിടെ സൃഷ്ടിച്ചു. അതിനാൽ എഫേസൂസ് പൗലോസിന്റെ മിഷണറി പ്രവർത്തനങ്ങളുടെ ഒരു സമാഗമ സ്ഥലം കൂടിയായിരുന്നു. പൗലോസ്ലീഹ എഫേസൂസിൽ സുവിശേഷം അറിയിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ ലേഖനങ്ങൾക്കും വലിയ പ്രാധാന്യം ഉണ്ടാകുന്നുണ്ട്. ഗ്രീക്ക്, ജൂത സംസ്കാരങ്ങളുടെ ഇടയിൽ, വ്യാപാര മതകേന്ദ്രങ്ങളുടെ ഇടയിൽ, മനുഷ്യ ചരിത്രത്തിലും സഭാചരിത്രത്തിലും എഫേസൂസ് അറിയപ്പെടുന്നത് പൗലോസ്ലീഹ എഫേസൂസുകാർക്ക് എഴുതിയ വിലപ്പെട്ട ലേഖനങ്ങളിൽ കൂടിയാണ്. പൗലോസ്ലീഹായെ ചുറ്റിപ്പറ്റിയാണ് ഇത്രയും പറഞ്ഞതെങ്കിലും പൗലോസിന് മുമ്പും ശേഷവും എഫേസൂസിൽ ഉണ്ടായിരുന്ന തീക്ഷ്ണമതികളായ സുവിശേഷ പ്രഘോഷകരെ കുറിച്ചും പറഞ്ഞാൽ മാത്രമേ എഫേസൂസിന്റെ പ്രാധാന്യവും പ്രസക്തിയും നമുക്ക് മനസ്സിലാകുകയുള്ളൂ. അതിൽ പ്രധാനിയാണ് അക്വിലയും പ്രിസ്കില്ലയും. സ്ലീഹന്മാരുടെ നടപടി പുസ്തകം 18-ാം അധ്യായത്തിൽ
റോമിൽ താമസിച്ചിരുന്ന ഒരു യഹൂദ ദമ്പതികളായിട്ടാണ് ഇവർ അറിയപ്പെടുന്നത്. ക്രിസ്തുവർഷം 49-ാം ആണ്ടിൽ ക്ലൗഡിയസ് ചക്രവർത്തി എല്ലാ യഹൂദന്മാരെയും റോമിൽ നിന്ന് പുറത്താക്കാൻ ഉത്തരവിട്ടപ്പോൾ റോമിൽ നിന്ന് കൊറിന്തോസിലേക്ക് കുടിയേറിയ ദമ്പതികളാണ് ഇവർ. കൊറിന്തോസ് ഗ്രീസിലാണ്. അവിടെ വെച്ച് അവർ പൗലോസ്ലീഹായുടെ 2-ാം പ്രേക്ഷിത യാത്രയിൽ കണ്ടുമുട്ടി. അതേ തുടർന്ന് അവർ ഒരുമിച്ച് കൂടാരപ്പണി നിർമ്മാണം ചെയ്തതായി സ്ലീഹന്മാരുടെ നടപടി പുസ്തകം 18-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ പൗലോസ്ലീഹയെ പരിചയപ്പെട്ടതിന് ശേഷം പൗലോസ്ലീഹയുടെ 2-ാമത്തെ സുവിശേഷ യാത്രയിൽ അദ്ദേഹം കൊറിന്തോസിൽ നിന്നും സിറിയയിലേക്ക് മടങ്ങുമ്പോൾ പ്രിസ്കില്ലയും അക്വിലയും അദ്ദേഹത്തോടൊപ്പം യാത്രയാവുന്നതും അവർ എഫേസൂസിലെത്തി. എന്നാൽ പൗലോസ്ലീഹ അവിടെ അധിക നേരം താമസിക്കാതെ അദ്ദേഹം ജെറുസലേമിലേക്ക് പോവുകയും അങ്ങനെ പ്രിസ്കില്ലയും അക്വിലയും എഫേസൂസിൽ താമസിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ അവർ പൗലോസിനേക്കാൾ മുമ്പ് സ്ഥിരമായി എഫേസൂസിൽ താമസിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രിസ്കില്ലയും അക്വിലയും പൗലോസിനേക്കാൾ സ്ഥിരതയോടെ എഫേസൂസിൽ താമസിക്കുകയും സഭയുടെ ആദ്യഘട്ടത്തിൽ നിർണായക പങ്ക് വഹിക്കുകയും ചെയ്തവരാണ്. അവർ പൗലോസിന്റെ സഹപ്രവർത്തകർ ആയിരുന്നുവെങ്കിലും എഫേസൂസിൽ അവരാണ് ആദ്യമായി വിശ്വാസികളെ ചേർത്ത് വയ്ക്കുന്നതും ഗാർഹിക സഭകൾ ആരംഭിക്കുന്നതും. അവരുടെ സേവന ഫലമായി പൗലോസ്ലീഹ പിന്നീട് എഫേസൂസിലെത്തിയപ്പോൾ സഭയ്ക്ക് നിലവിലുണ്ടായിരുന്ന അടിസ്ഥാനം കൂടുതൽ വ്യാപിപ്പിക്കാൻ സാധിച്ചു എന്നതാണ് ശരി. അതായത് പ്രിസ്കില്ലയും അക്വിലയും പൗലോസിന് മുമ്പ് തന്നെ എഫേസൂസിൽ സ്ഥിരമായി താമസിച്ച് അവിടെ കർത്താവിൻ്റെ സഭയ്ക്ക് അടിസ്ഥാനം ഒരുക്കുകയാണ് ചെയ്തത്. പ്രിസ്കില്ലയും അക്വിലയും എഫേസൂസിൽ എത്തിയ ശേഷം സ്ലീഹന്മാരുടെ നടപടി പുസ്തകത്തിൻ്റെ 18-ാം അധ്യായത്തിൽ ഏതാണ്ട് ക്രിസ്തുവർഷം 50-കളുടെ അവസാനത്തോടുകൂടി നമ്മൾ കാണുന്ന മറ്റൊരു വ്യക്തിയാണ് അപ്പോളോസ് അലക്സാണ്ട്രിയ സ്വദേശിയാണ്. അലക്സാണ്ട്രിയ നഗരം അക്കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ സാംസ്കാരിക കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു. അവിടെ ഫിലോ പോലുള്ള പ്രശസ്ത ജൂത ദാർശനികരും പ്രവർത്തിച്ചിരുന്നു. അപ്പോളോസ് ദാർശനികനും അറിയപ്പെടുന്ന വാഗ്മിയുമായിരുന്നു. എന്നാൽ അപ്പോളോസ് യോഹന്നാന്റെ മാമോദിസ വരെ വിശ്വസിച്ചിരുന്നുള്ളൂ. ഈശോയുടെ മരണവും ഉയർപ്പും പരിശുദ്ധാത്മാവിൻ്റെ വരവും സുവിശേഷത്തിൻ്റെ സത്യങ്ങളും അദ്ദേഹത്തിന് അഗ്രാഹ്യമായിരുന്നു. അപ്പോളോ എഫേസൂസിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിസ്കില്ലയും അക്വിലയും അവനെക്കുറിച്ച് കേൾക്കുകയും അവർ അവനെ സ്വഗ്രഹത്തിലേക്ക് ക്ഷണിച്ച് ദൈവത്തിൻ്റെ വഴി കൂടുതൽ വ്യക്തമായി അവന് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. ഇതോടെ അപ്പോളോസ് ഈശോമിശിഹായുടെ സുവിശേഷത്തിൽ പൂർണ്ണമായി വിശ്വസിക്കാൻ തുടങ്ങി. ഈശോയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയ ശേഷം അപ്പോളോസ് കൊറിന്തോസിലേക്ക് പോവുകയും അവിടെയുള്ള യഹൂദരോട് ഈശോയെക്കുറിച്ച് ശക്തമായി പ്രബോധിപ്പിക്കുകയും ചെയ്തു. ദാർശനിക ശാസ്ത്രങ്ങളുടെ പിൻബലത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഈശോ തന്നെയാണ് മിശിഹ എന്ന് അപ്പോളോസ് തെളിയിച്ചത്. അങ്ങനെ കൊറിന്തോസ് സഭയിൽ പലരും അവനെ പിൻചൊല്ലുകയും ഞാൻ അപ്പോളോസിനോട് ചേർന്നവൻ എന്ന പ്രയോഗം പൗലോസ്ലീഹ എഴുതുന്നത് ഈ സംഭവത്തിൻ്റെ വെളിച്ചത്തിലാണ്. അപ്പോളോസിൻ്റെ വാഗ്മിത്വവും പാണ്ഡിത്യവും ക്രിസ്തുവിൻ്റെ സഭയ്ക്ക് വലിയൊരു ആത്മീയ ശക്തി നൽകി എന്നതിൽ സംശയമില്ല. പ്രിസ്കില്ല അക്വിലയുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായി എഫേസൂസ് സഭയിൽ സുവിശേഷത്തിൻ്റെ ഉറപ്പിന് അങ്ങനെ അടിസ്ഥാനമിടുകയാണ്. ഇതിലൂടെ എഫേസൂസ് സഭ തഴച്ചു വളരുകയും ചെയ്തു. അതിൻ്റെ പിൻബലത്തിലാണ് പൗലോസ്ലീഹായ്ക്ക് പിന്നീട് 3-ാം പ്രേക്ഷിത യാത്രയിൽ എഫേസൂസിൽ ദീർഘകാലം ഏതാണ്ട് 3 വർഷത്തോളം ശക്തമായി സുവിശേഷ പ്രഘോഷണം നടത്താൻ സാധിച്ചത്. എഫേസൂസുമായി ചിന്തിക്കുമ്പോൾ പ്രധാനപ്പെട്ട മറ്റൊരു വ്യക്തിയാണ് വിശുദ്ധ തിമോത്തി. പൗലോസ്ലീഹായുടെ ആദ്യ സുവിശേഷ യാത്ര ലിസ്ത്രായിലൂടെ കടന്നു പോകുമ്പോൾ കണ്ടുമുട്ടുന്ന വ്യക്തിയാണ് തിമോത്തി. പൗലോസ്ലീഹായുടെ മിശിഹായിലുള്ള സാക്ഷ്യം കൊണ്ട് തന്നെ തിമോത്തി അദ്ദേഹത്തെ കണ്ട നാൾ മുതൽ ഉറച്ച വിശ്വാസിയായി തീർന്നു. അക്കാരണത്താലാണ് പൗലോസ്ലീഹ 2-ാമത്തെ പ്രേക്ഷിത യാത്രയിൽ തിമോത്തിയെ കൂടെ കൂട്ടുന്നത്. ആദിമസഭകൾക്ക് അവൻ നല്ല സാക്ഷ്യം നൽകും എന്ന് പൗലോസ്ലീഹായ്ക്ക് ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ തൻ്റെ ശിഷ്യനാക്കി മാറ്റുന്നത്. അതേ തുടർന്ന് വിവിധ പ്രദേശങ്ങളിലെ ദൗത്യങ്ങളിൽ, പ്രത്യേകിച്ച് മക്കതോണിയ, ഏതൻസ്, കൊറിന്തോസ്, തെസ്സലോണിക്ക, എഫേസൂസ് ഇവിടങ്ങളിലൊക്കെ തിമോത്തിയോസ് വിശ്വസ്തനായ സുവിശേഷ പ്രഘോഷകനായി മാറുന്നുണ്ട്. തിമോത്തിയോസിനെ കുറിച്ച് അല്പം കൂടി മനസ്സിലാക്കുന്നത് എഫേസൂസിനെ കൂടുതൽ അടുത്തറിയാൻ സാധിക്കും എന്നതുകൊണ്ട് തിമോത്തിയെ കൂടുതൽ മനസ്സിലാക്കുന്നത് വഴി എഫേസൂസിനെ കൂടുതൽ തിരിച്ചറിയാൻ സാധിക്കും എന്നുള്ളതുകൊണ്ട് നമുക്ക് ഇനിയുള്ള സമയം തിമോത്തിയോസിനെ കുറിച്ചും അല്പം ആഴത്തിൽ കാണാൻ ശ്രമിക്കാം. തിമോത്തിയോസ് ലിസ്ത്രയിൽ നിന്നുള്ള, അതായത് ഇന്നത്തെ തുർക്കിയുടെ തെക്കൻ ഭാഗത്ത് ഉള്ള ലിസ്ത്രയിൽ ജനിച്ച ആളാണ്. ബാല്യകാലം മുതൽ തന്നെ യഹൂദരുടെ ഗ്രന്ഥങ്ങളെല്ലാം അദ്ദേഹം പഠിക്കുകയും പിതാവ് ഗ്രീക്ക് വംശജനായിരുന്നതുകൊണ്ട് തന്നെ തിമോത്തിയോസിന് ഒരു മിശ്ര പശ്ചാത്തലത്തിലാണ് വളരാൻ സാധിച്ചത്. ഒരു ഭാഗത്ത് അമ്മ വഴിയുള്ള യഹൂദ പാരമ്പര്യം, മറുഭാഗത്ത് അപ്പൻ വഴിയുള്ള ഗ്രീക്ക് പാരമ്പര്യം. ഇനി ഈ 2 പാരമ്പര്യങ്ങളും ഒരേ സമയം പഠിക്കാൻ തിമോത്തിയോസിന് സാധിച്ചു.
പൗലോസ്ലീഹായുടെ ശിഷ്യനായതിനാൽ തന്നെ പൗലോസ്ലീഹ അദ്ദേഹത്തെ എഫേസൂസിലെ സഭയുടെ മേൽനോട്ടവും ഏൽപ്പിക്കുന്നുണ്ട്. പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 1-ാം അധ്യായത്തിൽ 3-ാം വാക്യത്തിൽ നമുക്കത് കാണാൻ സാധിക്കും. അങ്ങനെ എഫേസൂസിലെ മെത്രാൻ സ്ഥാനം അലങ്കരിച്ചിരുന്ന തിമോത്തിയോസ് എഫേസൂസിലെ സഭയുടെ ഉത്തരവാദിത്വവും അലങ്കരിച്ചിരുന്നു. എഫേസൂസിലെ സഭയിലെ അധ്യാപകരെ പഠിപ്പിക്കുക, സുവിശേഷ പ്രഘോഷകരെ പഠിപ്പിക്കുക, അവരെ നിയന്ത്രിക്കുക, അതുപോലെ തന്നെ ആരാധനാക്രമ ഗ്രന്ഥങ്ങളും നേതൃയോഗങ്ങളും ഒക്കെ സംഘടിപ്പിക്കുക, തെറ്റായ ഉപദേശങ്ങൾക്കെതിരെ പോരാടുക, സഭയിലെ യുവാക്കൾക്ക് മാതൃകയായി തീരുക, ഇവയൊക്കെയായിരുന്നു തിമോത്തിയോസിൻ്റെ ഉത്തരവാദിത്വം. ഇതെല്ലാം പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. തിമോത്തിയോസിന്റെ മരണത്തെക്കുറിച്ച് പറയുന്നത്, അദ്ദേഹം എഫേസൂസിലെ ആർട്ടമിസ് ദേവിയുടെ ഉത്സവത്തിനിടെ വിഗ്രഹാരാധനയ്ക്കെതിരെ ധൈര്യത്തോടെ പ്രസംഗിച്ചപ്പോൾ ജനക്കൂട്ടം അദ്ദേഹത്തെ ആക്രമിക്കുകയും കല്ലെറിഞ്ഞ് കൊന്നുകളയുകയും ചെയ്തു എന്നാണ്. ഏതാണ്ട് ക്രിസ്തുവർഷം 97-നും 100-നും ഇടയ്ക്കാണ് ഈ കാര്യങ്ങൾ സംഭവിക്കുന്നത്. അങ്ങനെയാണ് ശിഷ്യത്വത്തിൻ്റെ വിശ്വസ്ത മാതൃക എടുത്തു കാട്ടാൻ പൗലോസ്ലീഹ തിമോത്തിയോസിനുള്ള ലേഖനത്തിൽ ഞാൻ നല്ല ഓട്ടം ഓടുകയും വിശ്വാസം കാത്തു സൂക്ഷിക്കുകയും ചെയ്തു എന്ന പ്രയോഗം ചേർക്കുന്നത്. വിശ്വാസത്തിനു വേണ്ടി ജീവിക്കുകയും മരിക്കുകയും ചെയ്ത ആദ്യകാല സഭാ സമൂഹത്തിൻ്റെ പ്രതിനിധി കൂടിയാണ് തിമോത്തിയോസ്. സഭാചരിത്രത്തിൽ തിമോത്തിയുടെ മഹത്വം വിശുദ്ധമായ സ്മരണകളാൽ ദീപ്തമാണ്. മിശിഹായുടെ സഭയുടെ ഒരു നിയതമായ ഭരണക്രമത്തിന് പോലും തുടക്കം കുറിച്ചത് തിമോത്തിയോസ് എഫേസോസിലെ ബിഷപ്പാകുന്നതോടുകൂടിയാണ്. സത്യത്തിൽ ഉറച്ചു നിൽക്കുക, വിഗ്രഹാരാധന അല്ലെങ്കിൽ തെറ്റായ ഉപദേശങ്ങൾ, ലോകത്തിൻ്റെ സമ്മർദ്ദങ്ങൾക്കെതിരെ പോരാടുക, ഇതിനിടയിലെല്ലാം ഈശോയ്ക്ക് സാക്ഷ്യം നൽകുക, ജീവൻ കൊടുത്തുപോലും ഈശോയുടെ സുവിശേഷം സാക്ഷ്യം നൽകുക എന്നിങ്ങനെയുള്ള മഹനീയ മാതൃകകളാണ് തിമോത്തിയോസിൻ്റെ ജീവിതം പഠിപ്പിക്കുന്ന പുണ്യങ്ങൾ. ഇനിയാണ് യോഹന്നാൻ എഫേസൂസിൽ എന്ന വിശുദ്ധ കുർബാനയിൽ ആലപിക്കുന്നതിന് കാരണം തിരയാൻ നമ്മൾ പോകുന്നത്. ക്രിസ്തുവർഷം 70-നോടടുത്ത് ജെറുസലേം തകർക്കപ്പെടുന്നതിനെ തുടർന്ന് ശിഷ്യന്മാരെല്ലാവരും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് സുവിശേഷം അറിയിക്കുവാൻ വേണ്ടിയിട്ട് യാത്രയാകുന്നുണ്ട്. അങ്ങനെ യോഹന്നാൻ എഫേസൂസിലേക്കാണ് സുവിശേഷം അറിയിക്കുവാൻ വേണ്ടിയിട്ട് എത്തുന്നത്. പ്രത്യേകിച്ചും ഏഷ്യ മൈനറിൻ്റെ പല ഭാഗങ്ങളിലാണ് അദ്ദേഹം സുവിശേഷം അറിയിച്ചത്. സഭയുടെ പാരമ്പര്യം അനുസരിച്ച് ഈശോ കുരിശിൽ മരിക്കുമ്പോൾ യോഹന്നാനെ തൻ്റെ അമ്മയെ ഏൽപ്പിക്കുകയും അതുപോലെ പരിശുദ്ധ അമ്മയ്ക്ക് ഇനി മകനായി യോഹന്നാനെ ഏൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു രംഗമുണ്ട്. അതിനാൽ തന്നെ സുവിശേഷം പ്രഘോഷിക്കുവാൻ യോഹന്നാൻ ഏഷ്യ മൈനറിലേക്ക് പോകുമ്പോൾ പരിശുദ്ധ അമ്മയും കൂടെ കൂട്ടുന്നുണ്ട്. കാരണം ഈശോ ശിഷ്ടകാലം പരിശുദ്ധ അമ്മയെ നോക്കുവാൻ ഏൽപ്പിച്ചത് യോഹന്നാൻ സ്ലീഹയാണ്. യോഹന്നാൻ സ്ലീഹ ജനിച്ചത് ഗലീലായിലെ ബെത്സൈദയിൽ നിന്നുമാണ്. യോഹന്നാൻ്റെ സഹോദരൻ നമുക്കറിയാവുന്നതുപോലെ യാക്കോബാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് സെബദിയാണ്, മാതാവ് സലോമിയാണ്. അതുപോലെ തന്നെ യോഹന്നാൻ സ്ലീഹ സുവിശേഷം അറിയിക്കുവാൻ എഫേസൂസിലാണ് എത്തിയത് എന്നുള്ളതിന് ഒരു പ്രധാന തെളിവാണ് വിശുദ്ധ സഞ്ചാരത്തിൻ്റെ 3-ാം എപ്പിസോഡിൽ, മാക്ടീവിയുടെ 3-ാം എപ്പിസോഡിൽ നമ്മൾ കണ്ട എഫേസൂസിലുള്ള മാതാവിൻ്റെ വീട്. മാതാവ് എഫേസൂസിൽ വരാൻ കാരണം മറ്റാരെങ്കിലും കൊണ്ടുവന്നെങ്കിൽ മാത്രമേ മാതാവ് എഫേസൂസിൽ എത്തുകയുള്ളൂ. മറിയത്തിൻ്റെ സംരക്ഷണം യോഹന്നാൻ ഏൽപ്പിച്ചതുകൊണ്ടാവണം യോഹന്നാൻ സ്ലീഹ സുവിശേഷം അറിയിക്കുവാൻ എഫേസൂസിൽ എത്തുമ്പോൾ അല്ലെങ്കിൽ ഏഷ്യ മൈനറിൽ കൂടി കടന്നു പോകുമ്പോൾ എഫേസൂസിൽ മാതാവിന് വീടൊരുക്കുന്നത്. ആദ്യകാല സഭാപിതാക്കന്മാരായ ഇറനേവൂസും യൗസേബിയസും ഒക്കെ രേഖപ്പെടുത്തുന്നുണ്ട് ഇപ്രകാരം യോഹന്നാൻ തൻ്റെ വൃദ്ധാവസ്ഥയിൽ എഫേസൂസിൽ എത്തിയതായും തുടർന്ന് അദ്ദേഹം ഏഷ്യ മൈനറിലെ സഭകളെ പരിപാലിപ്പിക്കുകയും ചെയ്തതായിട്ട് സഭാ ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. സഭയുടെ പാരമ്പര്യപ്രകാരം യോഹന്നാൻ്റെ സുവിശേഷം, അതുപോലെ തന്നെ യോഹന്നാൻ സ്ലീഹ എഴുതിയ 3 കത്തുകൾ, വെളിപാട് പുസ്തകം ഒക്കെ എഴുതുന്നത് എഫേസൂസിലെ സേവനവുമായി ബന്ധപ്പെട്ടാണ്. യോഹന്നാൻ എഫേസൂസിലെത്തുമ്പോൾ ഈശോയുടെ സഭ വളരുന്നതിനോടൊപ്പം പീഡനവും വർദ്ധിക്കുവാൻ തുടങ്ങുന്നുണ്ട്. ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് ഏതാണ്ട് ക്രിസ്തുവർഷം 81-നും 96-നും ഇടയ്ക്ക് റോമൻ സാമ്രാജ്യത്തിൽ ചക്രവർത്തി ആരാധന നിർബന്ധമാകുന്നുണ്ട്. ആ സമയത്ത് യോഹന്നാൻ അതിനെ വിമർശിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. അതിനാൽ തന്നെ എഫേസൂസിൽ നിന്ന് യോഹന്നാനെ അവർ പിടികൂടി ആദ്യം റോമിലേക്ക് കൊണ്ടുപോവുകയും ചില രേഖകൾ പ്രകാരം യോഹന്നാൻ സ്ലീഹ എണ്ണയിൽ വേവിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിൽ നിന്നും അദ്ദേഹം അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നും കാണാൻ സാധിക്കും. തുടർന്നാണ് അദ്ദേഹത്തെ പാത്മോസ് ദ്വീപിലെ കാരാഗ്രഹത്തിലേക്ക് നാട് കടത്തുന്നത്. പാത്മോസ് ദ്വീപിൽ ഇന്നും ചെല്ലുമ്പോൾ കാണാൻ സാധിക്കും അവിടെ കാരാഗ്രഹമായിട്ട് ഒന്നുമില്ല, മറിച്ച് പാത്മോസ് ദ്വീപ് തന്നെ ഒരു കാരാഗ്രഹമായിട്ടാണ് അറിയപ്പെടുന്നത്.
മാക് ടിവിയുടെ വിശുദ്ധ സഞ്ചാരത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിൽ ഇന്നുള്ള പാത്മോസ് ദ്വീപിനെക്കുറിച്ചും പാത്മോസ് ദ്വീപിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചുമൊക്കെ സംപ്രേക്ഷണം ചെയ്യുന്നതാണ്. ആ വെളിപാട് പുസ്തകത്തിലാണ് സ്മിർണയിലെ 7 സഭകളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ അതിലാദ്യം അഭിസംബോധന ചെയ്യുന്നത് ഈ എഫേസൂസ് സഭയെക്കുറിച്ചാണ്. വിശുദ്ധ യോഹന്നാൻ്റെ വെളിപാട് 2-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. എഫേസൂസിലെ സഭയ്ക്കുള്ള സന്ദേശം. എഫേസോസിലുള്ള സഭയുടെ ദൈവദൂതന് എഴുതുക. തൻ്റെ വലത് കൈയിൽ 7 താരകകളെ കൈയടക്കി 7 സ്വർണ്ണദീപങ്ങൾക്ക് മധ്യേ നടക്കുന്നവൻ ഇപ്രകാരം പറയുന്നു: നിന്റെ പ്രവൃത്തികളും നിന്റെ പ്രയത്നങ്ങളും ക്ഷമാപൂർവമായ സ്ഥിരതയും നിനക്ക് ദുഷ്ടരോടുള്ള സഹിഷ്ണുതയും ഞാൻ മനസ്സിലാക്കുന്നു. തങ്ങൾ ശ്ലീഹന്മാരാണെന്ന് പറയുകയും എന്നാൽ അങ്ങനെ അല്ലാതിരിക്കുകയും ചെയ്യുന്നവരെ പരിശോധിച്ച് അവർ നുണയന്മാരാണെന്ന് നീ കണ്ടുപിടിച്ചിരിക്കുന്നു. ക്ഷമാപൂർവം പിടിച്ചു നിൽക്കുകയും എൻ്റെ നാമനിമിത്തം നീ പീഡകൾ സഹിക്കുകയും ചെയ്തു. നീ ക്ഷീണിതനായില്ല. എങ്കിലും നിനക്കെതിരെ എനിക്കൊന്നു പറയുവാനുണ്ട്. നിനക്കാദ്യമുണ്ടായിരുന്ന സ്നേഹം നീ പരിത്യജിച്ചു കളഞ്ഞു. അതുകൊണ്ട് നീ ഏതവസ്ഥയിൽ നിന്ന് വീണുപോയെന്ന് ചിന്തിക്കുക. അനുതപിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ നിന്റെ അടുത്തു വരികയും നിന്റെ ദീപപീഠം അതിൻ്റെ സ്ഥലത്ത് നിന്ന് നീക്കിക്കളയുകയും ചെയ്യും. എന്നാൽ നിനക്ക് ഈ ഗുണമുണ്ട്: നിക്ലാവോസ് പക്ഷക്കാരുടെ ചെയ്തികൾ നീ വെറുക്കുന്നു. അവ ഞാനും വെറുക്കുന്നു. അരൂപി സഭകളോട് അരുളിച്ചെയ്യുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. വിജയിയാകുന്നവന് ദൈവത്തിൻ്റെ പറുദീസായിലുള്ള ജീവവൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കുവാൻ കൊടുക്കും. പിന്നീട് ക്രിസ്തുവർഷം ഏതാണ്ട് 96 ഡൊമീഷ്യൻ ചക്രവർത്തി മരിക്കുകയും പുതിയ ചക്രവർത്തിയായി നേർവ അധികാരത്തിൽ വരികയും ചെയ്യുമ്പോൾ യോഹന്നാൻ ശ്ലീഹ പാത്മോസ് ദ്വീപിൽ നിന്നും എഫേസൂസിലേക്ക് തിരികെ മടങ്ങുന്നതായിട്ട് കാണാം. തുടർന്ന് രക്തസാക്ഷിത്വം അനുഭവിക്കാതെ വാർദ്ധക്യം മൂലം ഏതാണ്ട് ക്രിസ്തുവർഷം 100 മരിക്കുന്ന ഏക ഈശോയുടെ ശിഷ്യനായി മാറുകയും ചെയ്തു. എഫേസൂസിൽ ഇന്നുമുള്ള ബെസിലിക്ക ഓഫ് സെൻറ്റ് ജോൺ, വിശുദ്ധ യോഹന്നാൻ ശ്ലീഹയുടെ നാമത്തിൽ അറിയപ്പെടുന്ന പള്ളിയിൽ യോഹന്നാൻ ശ്ലീഹായുടെ പള്ളിയുടെ അവശേഷിപ്പുകൾക്കിടയിൽ യോഹന്നാൻ ശ്ലീഹായുടെ ശവകുടീരം ഇന്നും നമുക്ക് കാണാൻ സാധിക്കും. ക്രിസ്തുവർഷം 6-ാം നൂറ്റാണ്ടിൽ പിന്നീട് ബൈസന്റിയൻ ചക്രവർത്തി ജസ്റ്റീനിയൻ യോഹന്നാൻ്റെ എഫേസൂസിലുള്ള കല്ലറയുടെ മുകളിൽ ഒരു വലിയ ബെസിലിക്ക പണിയുകയും പിന്നീട് കാലക്രമേണ ആ ബെസിലിക്കയും തകരുകയും എങ്കിൽ പോലും ഇന്നും യോഹന്നാൻ ശ്ലീഹായുടെ ശവകുടീരം എഫേസൂസിൽ ഈ ബെസിലിക്ക പണിതതിൻ്റെ അടുത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോഴും തീർത്ഥാടകർ സന്ദർശിക്കുന്ന ഒരു സ്ഥലമാണ് എഫേസൂസിലെ യോഹന്നാൻ്റെ കബറിടം. ഇങ്ങനെ ഗലീലയിൽ നിന്നും വിളിക്കപ്പെട്ട ഏക ശിഷ്യനായും ഈശോയുടെ പ്രിയപ്പെട്ട ശിഷ്യനായും അല്ലെങ്കിൽ മറിയത്തോടൊപ്പം എഫേസൂസിൽ പാർത്ത ശ്ലീഹായായും വെളിപാട് സ്വീകരിച്ച സുവിശേഷകനായും സ്നേഹത്തിൻ്റെ അപ്പസ്തോലനായും അവസാനം വരെ വിശ്വസ്തനായ സാക്ഷിയായും അറിയപ്പെട്ട് എഫേസൂസിലെ സഭയുടെ ചരിത്രത്തിലും ലോകസഭയുടെ ആത്മീയ പൈതൃകത്തിലും യോഹന്നാൻ അനശ്വരനായ ശ്ലീഹായായി സുവിശേഷ പ്രഘോഷകനായി നിലനിൽക്കുകയാണ്. ചുരുക്കത്തിൽ പൗലോസ് ശ്ലീഹായുടെ സ്വാധീനത്താൽ ഉടലെടുത്ത ഇപ്രകാരമുള്ള വിശുദ്ധ വ്യക്തികളാൽ എഫേസൂസ് സഭ ഏറെ ശക്തമായി തുടങ്ങുകയാണ്. പൗലോസ് ശ്ലീഹായുടെ സുവിശേഷ പ്രഘോഷണം മൂലം അല്ലെങ്കിൽ പൗലോസ് ശ്ലീഹായുടെ നേരിട്ടും അല്ലാതെയുമുള്ള സുവിശേഷ പ്രഘോഷണത്തിലൂടെ എഫേസൂസിൽ തിമോത്തിയോസ് ആദ്യത്തെ ബിഷപ്പാകുന്നു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷ പ്രഘോഷണത്തിന് ശേഷം എഫേസൂസ് ക്രൈസ്തവ ലോകത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നഗരമായി മാറി. ക്രിസ്തുവർഷം 2-3 നൂറ്റാണ്ടുകളിൽ എഫേസൂസ് ഏഷ്യ മൈനറിലെ തന്നെ തത്വചിന്തയുടെയും ക്രൈസ്തവ സഭയുടെയും ഒരു കേന്ദ്രമായി വളർന്നു വന്നു. അന്ത്യോക്യയിലെ ഇഗ്നേഷ്യസും അദ്ദേഹത്തിൻ്റെ കത്തുകളിൽ ഇപ്രകാരം എഫേസൂസിലെ വിശ്വാസികളുടെ സമർപ്പണത്തെയൊക്കെ എടുത്തു കാട്ടുന്നുണ്ട്. പിന്നീട് 4-5 നൂറ്റാണ്ടുകളിൽ ഈശോയുടെ സ്വഭാവത്തെക്കുറിച്ചുള്ള തർക്കങ്ങൾ എഫേസൂസ് സഭയിൽ ശക്തമായി വന്നു. ഇതിൻ്റെ പര്യവസാനമായി ക്രിസ്തുവർഷം 431 എഫേസൂസിൽ ഒരു കൗൺസിൽ ചേരുകയും ഈ കൗൺസിലിൽ പരിശുദ്ധ മറിയത്തെ ദൈവമാതാവ് എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ അന്ത്യോക്യൻ പാഠശാലയിൽ നിന്നും വന്ന പിന്നീട് കോൺസ്റ്റാന്റിനോപ്പിൾ പാത്രിയർക്കീസുമായ നെസ്തോറിയസ് ഇതിനെതിരെ ഒരു വാദമുണ്ടെന്ന് ഉന്നയിക്കുകയും മറിയം തിയോത്തോക്കോസ് ദൈവത്തിൻ്റെ അമ്മയല്ല, മറിച്ച് ക്രിസ്തോക്കോസ് ക്രിസ്തുവിൻ്റെ അമ്മ മാത്രമാണ് എന്ന് അവതരിപ്പിക്കുകയും ചെയ്തു. കാരണം മറിയം ജനിപ്പിച്ചത് ദൈവത്തിൻ്റെ ശാശ്വതമായ ദിവ്യ സ്വഭാവത്തെ അല്ല, മറിച്ച് മനുഷ്യ ശരീരം ധരിച്ച ഈശോ മിശിഹായെയാണ്. ദിവ്യ സ്വഭാവം അനാദിയായതിനാൽ അത് ജനിക്കുകയില്ലെന്നും
മറിച്ച് മനുഷ്യനായി ജനിക്കുന്ന മിശിഹായാണ് ജനിക്കുന്നതെന്നും നെസ്റ്റോറിയസ് പഠിപ്പിച്ചു. എന്നാൽ അലക്സാണ്ട്രിയയിലെ സിറിൽ ഇതിനെതിരെ ശക്തമായി വിമർശിക്കുകയും പ്രതികരിക്കുകയും ഒക്കെ ചെയ്തു. അതേ തുടർന്ന് അദ്ദേഹം നെസ്റ്റോറിയസിനെ തെറ്റിദ്ധരിക്കുകയും ചെയ്തു. നെസ്റ്റോറിയസ് ക്രിസ്തുവിൻ്റെ 2 സ്വഭാവങ്ങളുടെ വ്യത്യാസം വ്യക്തമാക്കുവാൻ ശ്രമിച്ചുവെങ്കിലും സിറിൽ അത് ഈശോയെ 2 വ്യക്തികളായി വേർതിരിക്കുന്നു എന്ന രീതിയിൽ കുറ്റപ്പെടുത്തുകയാണ് ഉണ്ടായത്. അലക്സാണ്ട്രിയയും കോൺസ്റ്റാന്റിനോപ്പിളും തമ്മിലുള്ള രാഷ്ട്രീയ അധികാര മത്സരങ്ങളൊക്കെ ഈ വിവാദത്തെ കൂടുതൽ രൂക്ഷമാക്കി. കൗൺസിലിൽ അലക്സാണ്ട്രിയയിലെ സിറിലിൻ്റെ പിന്തുണക്കാരായിരുന്നു കൂടുതലായി ഉണ്ടായിരുന്നതിനാൽ നിർഭാഗ്യവശാൽ നെസ്റ്റോറിയസ് സഭയിൽ നിന്ന് തന്നെ പുറത്താക്കപ്പെട്ടു. ഇങ്ങനെ വിശുദ്ധ യോഹന്നാന് ശേഷം 5 നൂറ്റാണ്ടുകളോളം എഫേസൂസ് കേന്ദ്രസ്ഥാനമായി നിലകൊണ്ടു. ഇനി നമുക്ക് എഫേസൂസ് കൗൺസിലിന് പുറകിലുള്ള, അതായത് പരിശുദ്ധ അമ്മയെ തിയോത്തോക്കോസ് ആണോ ക്രിസ്തക്കോസ് ആണോ എന്ന് ചർച്ച ചെയ്ത സംഭവത്തിന് പിറകിലുള്ള രസകരമായ ഒരു സംഭവം കൂടി മനസ്സിലാക്കിയിട്ട് എഫേസൂസിനെ കുറിച്ചുള്ള ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം. ഗ്രീക്ക് സംസ്കാരത്തിൽ പരാമർശിക്കുന്ന ആർട്ടമിസ് ദേവിയെക്കുറിച്ചാണ്, ദേവിയെ ചുറ്റിപ്പറ്റിയാണ് ഈ രസകരമായ വസ്തുത. അതായത് അക്കാലത്ത് ചരിത്രപരമായി വ്യത്യസ്ത പ്രദേശങ്ങളിൽ വ്യത്യസ്ത സ്വഭാവമുള്ള ആർട്ടമിസ് രൂപങ്ങളുണ്ടായിരുന്നു. ഗ്രീസിലെ ദെൽഫിയയിലുള്ള ആർട്ടമിസ് ദേവിയെ വനത്തിൻ്റെ സംരക്ഷകയായും വേട്ടക്കാരുടെ മധ്യസ്ഥയായും ബാലികകളുടെ സംരക്ഷണത്തിൻ്റെ മധ്യസ്ഥയായും ഒക്കെ കണ്ടിരുന്നപ്പോൾ എഫേസൂസിലെ ആർട്ടമിസ് ദേവിക്ക് അനാത്തോലിയൻ പൈതൃകപരമായ ചില മൂല്യങ്ങളുണ്ടായിരുന്നു. കാരണം എഫേസൂസ് നിർമ്മിച്ചതെന്ന് പറയപ്പെടുന്ന ആമസോൺ സ്ത്രീകൾ ഏഷ്യ മൈനറിൽ നിന്നും വന്നവരായിരുന്നല്ലോ. പ്രത്യേകിച്ച് ഏഷ്യ മൈനറിലെ സൈബേൽ എന്ന ദൈവസങ്കല്പം, അതായത് ഗ്രീക്ക് സംസ്കാരത്തിലെ ദൈവങ്ങളുടെ എല്ലാം മാതാവായി എഫേസൂസിലെ ആർട്ടമിസ് ദേവിയെ അവർ കരുതുകയും ചെയ്തു. എഫേസൂസിലെ ആർട്ടമിസ് ദേവിയെ ദേവന്മാരുടെ മാതാവ് അല്ലെങ്കിൽ സ്വർഗരാജ്ഞി എന്നൊക്കെ വിളിച്ച് ആരാധിച്ചിരുന്നുവെന്ന് ചരിത്ര സൂചനകൾ സാക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്രിസ്തുവർഷം 431 എഫേസൂസിൽ നടന്ന സാർവത്രിക സൂനകദോസിൽ പരിശുദ്ധ മാതാവിനെ തിയോത്തോക്കോസ്, ദൈവമാതാവ് എന്ന് വിളിക്കാൻ തുടങ്ങിയത് നമ്മൾ കാണുന്നുണ്ട്. എഫേസൂസ് കൗൺസിലിനുണ്ടായ മറിയത്തിൻ്റെ ദൈവമാതാവിനെ സംബന്ധിച്ചുള്ള ചർച്ചയ്ക്ക് പിന്നിലെ ഒരു കാരണം ഈ ഗ്രീക്ക് പാരമ്പര്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുവെന്ന് കരുതാവുന്നതാണ്. മുമ്പ് പൗരാണികമായി ദൈവങ്ങളുടെ മാതാവിനെ സൂചിപ്പിക്കാൻ എഫേസുകാർ ഉപയോഗിച്ചിരുന്ന ദൈവങ്ങളുടെ മാതാവ് എന്ന സ്ഥാനം ക്രൈസ്തവ വിശ്വാസത്തോട് കൂട്ടി വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ അമ്മ എന്ന ശീർഷകം കൊടുക്കാവുന്നത് പരിശുദ്ധ അമ്മയ്ക്കാണല്ലോ എന്നുള്ള ചിന്തയിൽ നിന്നും കൂടിയാകാം എഫേസൂസ് കൗൺസിലിൽ പരിശുദ്ധ അമ്മ ദൈവമാതാവ് അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ അമ്മ, ദൈവത്തിൻ്റെ അമ്മ എന്നൊക്കെയുള്ള ചർച്ചകൾ ഉരുത്തിരിഞ്ഞത്. എഫേസൂസ് കൗൺസിലിൻ്റെ അന്തിമ തീരുമാനം എന്തു തന്നെ ആയിരുന്നാലും പരിശുദ്ധ അമ്മയ്ക്കുള്ള പ്രാധാന്യം ജനങ്ങൾക്ക് വ്യക്തമാക്കുവാൻ ആർട്ടമിസ് ദേവിയെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ച ദൈവമാതാവ് എന്ന ചിന്ത സഹായകരമായി ആദിമസഭയിൽ പ്രഥമ സ്ഥാനം അലങ്കരിച്ചിരുന്ന എഫേസൂസ് 7-ാം നൂറ്റാണ്ടിന് ശേഷമുണ്ടായ ഇസ്ലാമിക അധിനിവേശത്താലും എഫേസൂസിലെ ക്രിസ്ത്യാനികളുടെ കേന്ദ്രസ്ഥാനം പതിയെ നഷ്ടപ്പെട്ടു തുടങ്ങി. പിന്നീട് 14-ാം നൂറ്റാണ്ടോടുകൂടി ഒട്ടോമൻ അധിനിവേശത്താലും വിശ്വാസത്തിൻ്റെ പടുവൃക്ഷങ്ങൾക്ക് ജന്മം നൽകിയ എഫേസൂസ് പതിയെ തകർക്കപ്പെട്ടു. ക്രമേണ എഫേസൂസ് തുറമുഖം പോലും മണൽ കൊണ്ട് നിറഞ്ഞതിനാൽ വ്യാപാര സാംസ്കാരിക പ്രാധാന്യവും എഫേസൂസിന് നഷ്ടപ്പെട്ടു. അങ്ങനെ നഗരത്തിൻ്റെ മഹത്വം നഷ്ടപ്പെട്ട് എഫേസൂസിൻ്റെ തകർച്ച ആരംഭിച്ചു. ഇന്നത് പുരാവസ്തു അവശിഷ്ടങ്ങളായി മാത്രമാണ് നിലനിൽക്കുന്നത്. പൗലോസിൻ്റെ സുവിശേഷ പ്രഘോഷണത്താലും പ്രിസ്കില്ല അക്വില ദമ്പതിമാരുടെ സേവനത്താലും അപ്പൊളോസിൻ്റെ വചനശക്തിയാലും അല്ലെങ്കിൽ തിമോത്തിയോസിൻ്റെ നേതൃപാടവത്താലും യോഹന്നാൻ്റെ വിശുദ്ധമായ ജീവിതത്താലും പരിശുദ്ധ അമ്മയുടെ നിഷ്കളങ്കമായ സാന്നിധ്യത്താലും വളർന്ന എഫേസൂസ് സഭയുടെ ആത്മീയ ഹൃദയമായി മാറി. എന്നാൽ കാലക്രമേണ നഗരത്തിൻ്റെ സാമ്പത്തിക രാഷ്ട്രീയ പ്രാധാന്യം ഇല്ലാതായതോടുകൂടി ഇന്ന് അവശിഷ്ടങ്ങൾ മാത്രമാണ് എഫേസൂസിൽ നിലനിൽക്കുന്നത്. ആ അവശിഷ്ടങ്ങളുടെ തിരുശേഷിപ്പുകളുടെ നേർക്കാഴ്ചകളിലേക്കാണ് മാക് ടിവിയുടെ പ്രേക്ഷകരെ ഇന്ന് ക്ഷണിക്കുന്നത്.
ഈ പ്രഭാതത്തിൽ ഞങ്ങൾ നിൽക്കുന്നത് എഫെസസിലാണ്. മാതാവിൻ്റെ ദേവാലയം, മാതാവിൻ്റെ അവസാന കാലത്ത് മാതാവ് താമസിച്ച ആ ഭവനം, അതോടൊപ്പം തന്നെ യോഹന്നാൻ ശ്ലീഹായുടെ കബറിടം, ബസലിക്ക, ഇവയെല്ലാം ഉൾക്കൊള്ളുന്ന എഫേസോസ് സ്മിർനായിലെ 7 സഭകളിൽ ഒന്നാണ് എഫേസോസ്. പക്ഷേ ഇവിടെ നിങ്ങൾ കാണുകയാണെങ്കിൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് നമ്മൾ കാണുന്നത്. ഈ എഫേസോസിന് റോമൻ കൾച്ചറിന് മുമ്പുള്ള, അല്ലെങ്കിൽ റോമൻ ആധിപത്യത്തിന് മുമ്പുള്ള ഒരു പീരീഡ് ഉണ്ട്, ഒരു കാലഘട്ടമുണ്ട്. പക്ഷേ ഈ സ്ട്രക്ചറുകൾ, ഈ അവശിഷ്ടങ്ങൾ റോമിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് തോന്നുകയാണ്. കാരണം ഒരു കാലഘട്ടത്തിൽ ഈ സ്ട്രക്ചറുകൾ പണിയുവാനായിട്ട് എത്രയോ വർഷങ്ങളെടുത്ത് കാണും, എത്രയോ മനുഷ്യരുടെ അധ്വാനമായിരിക്കാം. പക്ഷേ അതെല്ലാം ചില ഓർമ്മകളും ഓർമ്മപ്പെടുത്തലുകളുമാണ്. ഈ പുറകിൽ കാണുന്ന ഒരു കല്ല് തന്നെ, അതൊരു നമ്മുടെ നാട്ടുഭാഷയിൽ പറഞ്ഞാൽ ഒരു ഒറ്റ കല്ലിൽ തീർത്തിരിക്കുന്ന ഒരു സംഭരണിയായിട്ട് നമുക്ക് തോന്നും. അതിൻ്റെ മൂടിയായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന വലിയ കല്ലാണ് മുകളിൽ കാണുന്നത്. അത് തന്നെ ആ ഒറ്റ സാധനം തന്നെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഏതായാലും ഈ എഫേസോസിൻ്റെ ഈ സാംസ്കാരിക പൈതൃകത്തിൽ സന്ദർശിക്കാൻ സാധിക്കുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. ഇവിടെ എല്ലാം വന്ന് വിദേശികൾ ഇവിടെ സമയമെടുത്ത് ആഴ്ചകളെടുത്ത് താമസിച്ച് പഠിച്ച് പോകുന്നതാണ്. ഇപ്പോഴും എക്സ്കവേഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നതിൽ ആണ് നമ്മൾ പുറകിൽ കാണുന്ന ആ ഒരു കാര്യം. ഇപ്പോഴും എക്സ്കവേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം തീർച്ചയായിട്ടും മനുഷ്യൻ്റെ വളർച്ചയുടെ വിവിധ കാലഘട്ടങ്ങളെക്കുറിച്ച് നമ്മളെ ഓർമ്മപ്പെടുന്നതാണ്. അതോടൊപ്പം തന്നെ ചില സംസ്കാരങ്ങൾ ഇല്ലാതായതിൻ്റെയും ചില ഓർമ്മകളാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഏതായാലും ഇവിടെ വരുവാനും കാര്യങ്ങൾ കാണുവാനും മനസ്സിലാക്കുവാനും എല്ലാം സാധിച്ചതിൽ സന്തോഷം. നിങ്ങൾക്കെല്ലാവർക്കും നല്ല ആശംസകൾ.
ചരിത്ര പ്രസിദ്ധമായ എഫേസൂസിലാണ്. എഫേസൂസിലെ കന്യാമറിയത്തിൻ്റെ പുരാതനമായ ദേവാലയത്തിൻ്റെ അവശിഷ്ടങ്ങളുടെ മുൻപിലാണ് ഞങ്ങളിവിടെ ഇപ്പോൾ നിൽക്കുക. മാതാവിൻ്റെ പേരിൽ ആദ്യമായി നിർമ്മിക്കപ്പെട്ട ദേവാലയമാണ്. പരിശുദ്ധ അമ്മയുടെ ദൈവമാതൃ പദവി 431 എഫേസൂസ് സൂനോദോസ് പ്രഖ്യാപിക്കുകയുണ്ടായി. പരിശുദ്ധ കന്യാമറിയം ദൈവമാതാവാണ് എന്നുള്ള ഒരു പഠനം ഈ എഫേസൂസ് സൂനോദോസാണ് നടത്തിയത്. അതിന് പശ്ചാത്തലമുണ്ട്. നെസ്തോറിയസ് എന്നുള്ള സഭാപിതാവ് അവിടുത്തെ ത്രാപുരത്തെയായിരുന്നു. അദ്ദേഹം കോസ്റ്റാപ്പോളിലെ ത്രാപുരത്തെയായിരുന്നു. അദ്ദേഹം മിശിഹായുടെ ദൈവപുത്ര സ്ഥാനം നിരാകരിച്ചു എന്നുള്ള ഒരു പ്രബോധനം നടത്തി എന്നുള്ള ഒരു ആരോപണം ഉണ്ടായിരുന്നു. മാതാവിൻ്റെ ദൈവമാതാവെന്ന് വിളിക്കാൻ പാടില്ല എന്ന് അദ്ദേഹം പഠിപ്പിച്ചതായിട്ട് പറയപ്പെട്ടു. അങ്ങനെ ഈശോ വെറും ഒരു മനുഷ്യപുത്രനാണ് എന്നുള്ള രീതിയിൽ ഈശോയെ കുറിച്ച് പഠിപ്പിച്ചു എന്നുള്ള ഒരു ആരോപണം നെസ്തോറിയസിനെ കുറിച്ച് ഉന്നയിക്കുകയുണ്ടായി. ഈ ഒരു സാഹചര്യത്തിൽ നെസ്തോറിയസിനെ ഈ സൂനോദോസ് ശപിച്ചു തള്ളി എന്നുള്ളതാണ് ചരിത്രം. വാസ്തവത്തിൽ അത് ശരിയായ ഒരു നടപടിയായിരുന്നില്ല. കാരണം നെസ്തോറിയസ് ഒരിക്കലും തെറ്റായ ഒരു പ്രബോധനം പഠിപ്പിച്ചിരുന്നില്ല എന്ന് പിന്നീടുള്ള പഠനങ്ങൾ, പ്രത്യേകിച്ച് അടുത്ത കാലത്ത് ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ അവസാനം നടത്തിയ പഠനങ്ങളിൽ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. നെസ്തോറിയസ് മാതാവിനെ കുറിച്ച് അതുവരെയുള്ള സഭാ പാരമ്പര്യത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് പഠിപ്പിച്ചിരുന്നത്. കാരണം ബൈബിളിനെ അടിസ്ഥാനമാക്കിയും സഭാ പാരമ്പര്യത്തെ അടിസ്ഥാനമാക്കിയാണ് നെസ്തോറിയസ് പഠിപ്പിച്ചത്. ബൈബിളിൽ ഒരിക്കലും മറിയത്തെ ദൈവമാതാവ് എന്ന് വിളിച്ചിട്ടില്ല. ബൈബിളിൽ വിളിച്ചിരിക്കുന്നത് മിശിഹായുടെ മാതാവ് എന്നാണ്. അതുപോലെ ചരിത്രത്തിൽ അതുവരെയും മാതാവിനെ ദൈവമാതാവ് വിളിച്ചിരുന്നില്ല. മിശിഹായുടെ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ അമ്മ എന്നാണ് വിളിച്ചിരുന്നത്. അതാണ് നെസ്തോറിയസ് പ്രപ്പോസ് ചെയ്തത്. മറിയത്തെ മനുഷ്യനായ മിശിഹായുടെ അമ്മയാണെന്നോ ദൈവമാതാവാണെന്നോ അല്ല പറയേണ്ടത്, മിശിഹായുടെ അമ്മയാണെന്നാണ് പറയേണ്ടത്. മിശിഹായുടെ അമ്മയാണെന്ന് പറയുമ്പോൾ ഈശോയുടെ മനുഷ്യത്വവും ദൈവത്വവും അത് ഉൾക്കൊള്ളുന്നു. ആ രീതിയിലായിരുന്നു നെസ്തോറിയസ് വാസ്തവത്തിൽ പഠിപ്പിച്ചിരുന്നത്. എന്നാൽ ഇതിനെ തെറ്റായി മനസ്സിലാക്കിയോ വ്യാഖ്യാനിച്ചോ, പ്രത്യേകിച്ച് അതിന് നേതൃത്വം കൊടുത്തത് സിറിലോ അലക്സാൻഡ്രിയയാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു ദുർവ്യാഖ്യാനത്തിൻ്റെ ഫലമായിട്ടാണ് എഫേസൂസ് സൂനോദോസിലെ നെസ്തോറിയസ് പാഷണ്ടിയായിട്ട് മുദ്രകുത്തപ്പെട്ട് തിരസ്കൃതനായത്. നൂറ്റാണ്ടുകൾ അങ്ങനെ ശപിക്കപ്പെട്ടവനായിട്ട് അദ്ദേഹം കരുതപ്പെട്ടു. സഭയ്ക്ക് പുറത്തുള്ള ആളായിട്ട് അദ്ദേഹം കരുതപ്പെട്ടിരുന്നു. എങ്കിലും ഈ അടുത്ത കാലത്ത് ഇതേക്കുറിച്ചുള്ള പുനർപഠനം നടത്തുകയും നെസ്തോറിയസ് ഒരിക്കലും ഒരു നെസ്തോറിയൻ ആയിരുന്നില്ല എന്ന് സഭ അംഗീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ഇന്നും പലരും നെസ്തോറിയസിനെ കരുതുന്നത് ഒരു സഭാഭ്രഷ്ടനാക്കപ്പെട്ട ഒരു പാഷണ്ടിയായിട്ടാണ്. തീർച്ചയായിട്ടും നമ്മുടെ സുറിയാനി സഭാ പാരമ്പര്യത്തിൽ നെസ്തോറിയസ് ഏറെ ആദരിക്കപ്പെടുന്ന ആളാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ നെസ്തോറിയസിൻ്റെ പേരിൽ നമുക്കൊരു അനാഫറയുള്ളത്. നമ്മുടെ സഭയുടെ അനാഫറകളിൽ ഒന്ന് നെസ്തോറിയസിൻ്റെ പേര് അറിയപ്പെടുന്നതാണ്. അദ്ദേഹം രചിച്ച അനാഫറ അല്ലെങ്കിൽ തന്നെയും അദ്ദേഹത്തിൻ്റെ പേരിൽ അറിയപ്പെട്ട അനാഫറ മനോഹരമായ ഒരു അനാഫറ, ഒരു പ്രാർത്ഥനയാണ്, ഒരു കുർബാനക്രമമാണ്. അതുകൊണ്ട് നമുക്ക് ഈ എഫേസൂസ് ഇവിടെ വെച്ചാണ്, ഈ ദേവാലയത്തിൽ വെച്ചാണ് എഫേസൂസ് കൗൺസിൽ നടക്കുന്നത്. തിരുസഭയിലെ ആകെ നടന്ന 21 കൗൺസിലുകളിൽ മൂന്നാമത്തെ സാർവത്രിക സൂനോദോസാണ് എഫേസൂസ് കൗൺസിൽ. 431 നടന്ന എഫേസൂസ് കൗൺസിൽ. അതുകൊണ്ട് ഈ കൗൺസിലും വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് സഭാ ചരിത്രത്തിൽ. ഇപ്രകാരം വളരെ ചരിത്ര പ്രധാനമായ ഒരു സ്ഥലമാണ് ഈ എഫേസൂസ്. ഇവിടെയാണ് മാത്രമല്ല മറിയം ഇവിടെ ഈ എഫേസൂസിൽ നമ്മൾ നേരത്തെ കണ്ട ആ ദേവാലയം, മറിയം
വസിച്ചിരുന്ന ഭവനമായിരുന്നു എന്ന് ഉള്ള വിശ്വാസവും പാരമ്പര്യവുമുണ്ടല്ലോ. അതിന് തെളിവ് കൂടിയാണിത്. കാരണം ഇതിനടുത്ത് എഫേസൂസ് ഉണ്ട്. ഈ എഫേസൂസിൽ വെച്ച് മറിയത്തെ ദൈവമാതാവായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു. അതുപോലെ തന്നെ ഈ എഫേസൂസിൽ വെച്ച് കൗൺസിൽ നടന്നു. ഇതെല്ലാം തെളിയിക്കുന്നത് മാതാവുമായിട്ടുള്ള ഒരു ബന്ധം അത് വിളിച്ചറിയിക്കുകയും ചെയ്യുന്നു. മാതാവിൻ്റെ പേരിലുള്ള ആദ്യത്തെ ദേവാലയമാണത് ചരിത്രത്തിലെ. അതുകൊണ്ട് ഇതെല്ലാം മാതാവിൻ്റെ ഇവിടുത്തെ സാന്നിധ്യത്തെ ഉറപ്പിക്കുന്ന ചില ചരിത്ര രേഖകളായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. മൂന്നാമത്തെ എക്യുമെനിക്കൽ കൗൺസിൽ നടന്ന പരിശുദ്ധാമ്മയുടെ ദൈവമാതൃത്വം പ്രഖ്യാപിച്ച ഈ ദേവാലയത്തിൽ പരിശുദ്ധാമ്മയുടെ ഓർമ്മയിൽ പരിശുദ്ധാമ്മയുടെ സ്തുതിക്കായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളായിരിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. സഭയില് പരിശുദ്ധാമ്മയ്ക്കുള്ള വലിയ സ്ഥാനവും പൗരസ്ത്യ സഭകളെ പരിശുദ്ധാമ്മയ്ക്ക് കൊടുക്കുന്ന വലിയ സ്ഥാനവും എല്ലാം നമുക്ക് പ്രത്യേകമായിട്ട് അനുസ്മരിച്ചുകൊണ്ട് നമ്മുടെ സിറോ മലബാർ സഭയ്ക്ക് വേണ്ടിയും പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ച് നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നമ്മുടെ കുടുംബങ്ങളുടെ എല്ലാ മധ്യസ്ഥയായ പരിശുദ്ധാമ്മയെ ഓർത്തനുസ്മരിച്ച് നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ച് ഈ കാലഘട്ടത്തിലെ കുടുംബങ്ങൾ അനുഭവിക്കുന്ന കുടുംബജീവിതത്തിൽ വന്നിട്ടുള്ള എല്ലാ കുറവുകളും പരിഹരിക്കുന്നതിന് വേണ്ടിയും കുടുംബങ്ങളുടെ പരിശുദ്ധിയും അവയുടെ ബന്ധവുമെല്ലാം കുടുംബ ബന്ധങ്ങളുമെല്ലാം ദൃഢമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.
ഈശോയുടെ പ്രിയപ്പെട്ട ശിഷ്യനായ യോഹന്നാൻ്റെ കബറിടത്തിൻ്റെ മുമ്പിലാണ് യോഹന്നാനെ കുറിച്ച് സുവിശേഷത്തിൽ പറയുന്നുണ്ടല്ലോ. ഈശോയുടെ പ്രിയപ്പെട്ട ശിഷ്യൻ അവസാനം വരെ ഈശോയുടെ കുരിശിൻ്റെ പാതയിലൂടെ നടന്നു ഈശോയുടെ വിലാസകരത്തിൽ മരണത്തിൽ അവസാനം വരെ പങ്കുചേർന്ന കുരിശിൻ ചുവട്ടിലായിരുന്ന യോഹന്നാൻ ശ്ലീഹ. ആ ശ്ലീഹ ആണ് രക്തസാക്ഷിയായില്ലെങ്കിലും രക്തസാക്ഷിക്ക് തുല്യമായ ഒരു ജീവിതാനുഭവത്തിന് വിധേയപ്പെട്ടത്. അദ്ദേഹത്തെ മതഭരണകാലത്ത് നാടുകടത്തിയത് നമുക്കറിയാം. അത് എഫേസൂസ് ഏഷ്യാമിനറിൽ സുവിശേഷം അറിയിച്ച കാര്യം നമുക്കറിയാം. അങ്ങനെ ശ്രീഹായോടൊപ്പം ഈശോ ഏൽപ്പിച്ച മാതാവ് കൂടെ ഉണ്ടായിരുന്നു. ആ മാതാവിൻ്റെ വീട്, എഫേസൂസിലെ വീട്, ഈ യോഹന്നാൻ ശ്ലീഹായുടെ കബറിടം സ്ഥിതി ചെയ്യുന്ന ഈ ബസിലിക്കയ്ക്ക് ഇവിടെ അടുത്ത് തന്നെയാണ് മാതാവിൻ്റെയും വീട്. ആ വീടിൻ്റെ സ്ഥാനത്ത് ഇന്നൊരു ചെറിയ കപ്പേള ഉണ്ട്. മാതാവിൻ്റെ ആ വീടിൻ്റെ അടുത്ത് തന്നെ യോഹന്നാൻ്റെയും ഈ കബറിടവും അതുപോലെ തന്നെ യോഹന്നാൻ്റെ പേരിലുള്ള ബസിലിക്കായും ഉണ്ട് എന്നുള്ളത് മാതാവും യോഹന്നാനും തമ്മിലുള്ള ബന്ധത്തിൻ്റെയും വലിയ ഒരു സാക്ഷ്യമാണ്. ഇവിടെ ഏഷ്യാമിനറിൽ ഈ എഫേസൂസിൽ സുവിശേഷം അറിയിച്ച യോഹന്നാൻ പിന്നീട് പാത്മോസ് എന്ന ദ്വീപിലെ നാടുകടത്തപ്പെട്ടു എന്നും ചരിത്രം സാക്ഷിക്കുന്നു. വീണ്ടും അവസാനം യോഹന്നാൻ ശ്ലീഹ ഇവിടെ വരികയും അങ്ങനെ ഇവിടെ മരണമടയുകയും ചെയ്തു. അതാണ് നമ്മൾ വിശ്വസിക്കുന്ന ചരിത്ര പാരമ്പര്യം.